നമസ്കാരം. ശബരിമല യുവതീ പ്രവേശന വിധിയിലെ പുനഃപരിശോധനാ ഹർജികളിൽ സുപ്രീം കോടതി വാദം കേൾക്കൽ ഏപ്രിലിൽ ആരംഭിക്കും. സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ കേസിലെ എല്ലാ കക്ഷികളും മാർച്ച് 14-നകം സുപ്രീം കോടതിയിൽ നിലപാട് അറിയിക്കണം. ശബരിമല യുവതീ പ്രവേശന വിധി പുനഃപരിശോധിക്കണമെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടു. വ്യക്തമായ നിലപാട് സംസ്ഥാന സർക്കാർ ഇന്ന് കോടതിയെ അറിയിച്ചില്ല. 9-അംഗ ഭരണഘടനാ ബെഞ്ചിന് മുൻപാകെയുള്ള ഹർജികളിൽ സീനിയർ അഭിഭാഷകൻ കെ പരമേശ്വരനെ സുപ്രീം കോടതി അമിക്കസ് ക്യൂറിയായി നിയോഗിക്കുകയും ചെയ്തു. വളരെ വിപുലമായ സങ്കീർണമായ ഈ വിഷയം ഇന്ന് സൂപ്പർ പ്രൈമിലും ചർച്ച ചെയ്യുമ്പോൾ അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ് അഭിഭാഷകൻ, അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ അഭിഭാഷക, കോൺഗ്രസ് നേതാവ് ശ്രീ ആർ വി രാജേഷ്, ബി.ജെ.പി നേതാവ് ശ്രീ വി പി ശ്രീപത്മനാഭൻ, രാഹുൽ ഈശ്വർ, എം ജയചന്ദ്രൻ ഇടതു സഹയാത്രികൻ, ടി കെ രാജഗോപാൽ മാധ്യമപ്രവർത്തകൻ, അങ്ങനെ നിരവധി പേരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ്, നിയമപരമായ ചോദ്യങ്ങളെക്കാൾ രാഷ്ട്രീയമായ കൗതുകങ്ങളാണ് ഈ പുതിയ സാഹചര്യത്തിൽ ഉണ്ടാകുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് സമയമാണ്. മുൻ നിലപാടിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്നോട്ട് പോകുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ കൗതുകം. അതിന് നിർബന്ധിതമാകുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട്, പക്ഷെ നിയമപരമായ സാഹചര്യമുണ്ടോ? ഇപ്പോൾ ആർട്ടിക്കിൾ 25-ഉം 26-ഉം സംബന്ധിക്കുന്ന 7 വിഷയങ്ങളാണ് ഈ 9-അംഗ ഭരണഘടനാ ബെഞ്ചിന് മുമ്പാകെ പരിഗണനയിലുള്ളത്. ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരും നിലപാട് അറിയിക്കണം. അങ്ങനെ നിലപാട് അറിയിക്കുമ്പോൾ ശബരിമലയിൽ സ്പെസിഫിക് ആയ ഒരു നിലപാട് എടുക്കേണ്ടി വരുമോ? അങ്ങനെ എടുക്കാൻ നിർബന്ധിതമാവുന്ന സാഹചര്യമുണ്ടോ? അതോ ആ കാര്യം, അതായത് ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ എന്ത് നിലപാട് എന്ന കാര്യം ഒഴിവാക്കി ഈ 7 വിഷയങ്ങളിൽ 7 ചോദ്യങ്ങളിൽ ഉത്തരം പറഞ്ഞ് പോകാൻ കഴിയുമോ സംസ്ഥാന സർക്കാരിന്? സംസ്ഥാന സർക്കാരിന് ശ്രീ അഭിലാഷ് സർക്കാരിൻ്റേതായിട്ടുള്ള നിലപാടെടുക്കാൻ കഴിയും. നേരത്തെ എടുത്തിട്ടുള്ള നിലപാടുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിലപാട് കാര്യകാരണ സഹിതം പറഞ്ഞുകൊണ്ട് എടുക്കുവാനും കഴിയും. 9-അംഗ ഭരണഘടനാ ബെഞ്ച് ചില കോൺസ്റ്റിറ്റ്യൂഷണൽ ക്വസ്റ്റ്യൻസ്, ഭരണഘടനയുടെ വ്യാഖ്യാനവുമായിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾക്കാണ് മറുപടി തേടുന്നതെങ്കിലും ഈ കേസുകളൊക്കെ തന്നെയാണ് ശബരിമല കേസിലെ പുനഃപരിശോധനാ ഹർജികളാണ് സിംഹഭാഗവും ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇതിലെ വസ്തുതകളും ഇതിനെ നയിച്ചിട്ടുള്ള ചിന്തകളും ഒക്കെ തന്നെയാണ് വാദങ്ങളായിട്ട് പ്രതിഫലിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഈ കേസിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഡോക്യുമെൻസിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് ഒരു വാദം ഉയർത്തുക എന്നത് സാധാരണ രീതിയിൽ സാധ്യമല്ല. അപ്പം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ നിലപാട് മാറ്റമുണ്ടെന്നുണ്ടെങ്കിൽ കാര്യകാരണ സഹിതം വ്യക്തമാക്കിക്കൊണ്ട് അത് പ്രകടിപ്പിക്കുവാൻ കഴിയും. പിന്നെ ഒരു സംശയം ഞാൻ വ്യക്തത വരുത്തിക്കൊള്ളട്ടെ. പൊതുവേ എനിക്ക് തോന്നുന്നു കേരളത്തിലുടനീളം വന്നിട്ടുള്ള ഒരു കൺഫ്യൂഷനാണ്. കേരളത്തിൽ ഇലക്ഷൻ്റെ ഒരു കോണ്ടെക്സ്റ്റിലാണ് സുപ്രീം കോടതി ഈ കേസ് ഹിയർ ചെയ്യുന്നത്. പെട്ടെന്ന് ഈ കേസ് എടുത്തു, അതും തെരഞ്ഞെടുപ്പും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി നാം വായിക്കുന്നത് ഒരു ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു വായനയായിരിക്കാം. കാരണം സുപ്രീം കോടതിയിൽ 9-അംഗ ബെഞ്ചിൻ്റെ പരിഗണനയ്ക്കായി 2 കേസുകളാണ് കിടക്കുന്നത്. അപ്പോൾ ഓരോ ചീഫ് ജസ്റ്റിസും അധികാരമേൽക്കുന്ന സമയത്ത് അവർക്ക് പെൻഡിങ് ആയിട്ടുള്ള കേസുകൾ എങ്ങനെയാണ് തീർക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു വിഷൻ ഉണ്ടാകും. അപ്പോൾ ഈ 9 ജഡ്ജസ് ബെഞ്ചിൽ പരിഗണിക്കപ്പെടേണ്ടതായിട്ടുള്ള കേസുകൾ കാലവിളംബമില്ലാതെ കേട്ടു തീർക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസിൻ്റെ പ്രഥമ പരിഗണന ആയതുകൊണ്ടാണ്. കാരണം നിയമത്തിൻ്റെ വളരെ സങ്കീർണമായിട്ടുള്ള വിഷയങ്ങൾ ആണ് ഈ വലിയ ബെഞ്ചുകളിലേക്ക് പോകുന്നത് എന്ന് മാത്രമല്ല, ശബരിമല കേസിന് ഒരു അടിയന്തര സ്വഭാവവുമുണ്ട്. സ്ത്രീ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള വിധിയിൽ സംശയം രേഖപ്പെടുത്തിക്കൊണ്ട് അതിൽ നിന്ന് ഉയർന്ന ചോദ്യങ്ങളാണ് വലിയ ബെഞ്ചിലേക്ക് കിടക്കുന്നത്. അപ്പോൾ അനുകൂല വിധി ഇംപ്ലിമെൻ്റ് ചെയ്യുവാൻ പരിമിതിയുള്ള ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ അടിയന്തരമായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് എന്ന് മാത്രമല്ല, ഈ 43-ഉം 44-ഉം കേസുകളായിട്ടാണ് ഇത് ലിസ്റ്റ് ചെയ്തിരുന്നത്. ഈ 43-ാമത്തെ കേസായിട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നത് അത് ഒരു 9-അംഗ ബെഞ്ചിൻ്റെ പരിഗണനയ്ക്ക് വന്നിട്ടുള്ള ഒരു കേസാണ്. 1978 ബാംഗ്ലൂർ വാട്ടർ സപ്ലൈ കേസ് എന്ന് പറയുന്ന ആ ഒരു വിധിന്യായത്തിൽ വ്യവസായം എന്നുള്ളതിൻ്റെ നിർവചനത്തിൽ സ്കൂളുകളും ഹോസ്പിറ്റലുകളും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ നിർവചനത്തിനെ വ്യാപ്തമാക്കിക്കൊണ്ട് ജസ്റ്റിസ് വി.ആർ. കൃഷ്ണയ്യർ രചിച്ച ആ വിധി, 7-അംഗ ബെഞ്ചിൻ്റെ വിധി പുനഃപരിശോധിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 9-അംഗ ബെഞ്ചിനെ ആ കേസിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പം 43 ബാംഗ്ലൂർ വാട്ടർ സപ്ലൈ കേസായിരുന്നു, 44 ശബരിമല കേസും. അപ്പം കേരളത്തിലെ രാഷ്ട്രീയം കണ്ടുകൊണ്ട് പ്രത്യേകം അത് എടുത്തു എന്നൊരു ആശങ്കയ്ക്ക് ഇവിടെ വകയില്ല. 9-അംഗ ബെഞ്ചിൻ്റെ പരിഗണനയ്ക്കായിട്ട് കിടക്കുന്ന കേസുകൾ പരിഗണിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കേസ് പെട്ടെന്ന് പരിഗണനയ്ക്ക് വന്നത്. ശരി, കൃത്യം. ശ്രീ എം ജയചന്ദ്രൻ, 67 ഹർജികൾ പരിഗണനയിലുണ്ട്. അതിൽ 60-ഉം യുവതീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട ഹർജികളാണ്. ബാക്കി ഉള്ള ഹർജികളാണ് ദാവൂദി ബോറ വിഭാഗവുമായി ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ പാഴ്സി പിന്തുടർച്ചയുമായി ബന്ധപ്പെട്ടതുമൊക്കെ.
അപ്പോൾ ഈ വിഷയം സുപ്രീം കോടതി മുമ്പാകെ വരുമ്പോൾ സംസ്ഥാനം എന്ത് നിലപാടെടുക്കും? അതാണ് ഏറ്റവും കാത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ, $1 മില്യൺ ക്വസ്റ്റ്യൻ. അതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്തായിരിക്കും, കോടതിയുടെ വിധി എന്തായിരിക്കും എന്നുള്ളതിനേക്കാൾ ആകാംക്ഷ അതറിയാനാണ് ഇന്ന് ജയദീപ് ഗുപ്ത നമ്മുടെ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകൻ പറഞ്ഞത്. ഇതുവരെ ഞങ്ങൾ പുനഃപരിശോധനാ ഹർജികളെ എതിർത്തിരുന്നു എന്നാണ്, ഇതുവരെ. അപ്പൊ ഇനി അടുത്ത് എടുക്കാൻ പോകുന്ന നിലപാട് എന്ത് എന്നുള്ളതിന്റെ സൂചന അതിനകത്തുണ്ടോ? പറയുമ്പോ 2020 ബഹുമാനപ്പെട്ട ജസ്റ്റിസ് എസ് എ ബോബ്ഡെ CJI ആയിരിക്കുമ്പോഴാണല്ലോ ഏറ്റവും ഒടുവിൽ കേസ് എടുക്കുന്നത്. അന്ന് സഹജഡ്ജിക്ക് ദഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് ആ കേസ് മാറ്റിവെച്ചു. അതിനുശേഷം ഇപ്പോഴാണ് എടുക്കുന്നത്. അപ്പോൾ സോഫാർ എന്ന് ജയദീപ് ഗുപ്ത പ്രയോഗിച്ചത് അതുകൊണ്ടാണ്. ആ ഒരു സാഹചര്യത്തിൽ ആണ് ഇതുവരെ എന്നുള്ളതിന് പ്രസക്തിയുള്ളത്. 2020 പറഞ്ഞതിന് 2026 റിലവൻസ് ഇല്ല. പക്ഷേ അന്ന് തീരുമാനിച്ച നിലപാടതാണ് എന്നുള്ളത് ഇന്ന് അദ്ദേഹം ആവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി താങ്കൾ ചോദിച്ച ചോദ്യം എന്താണ് ഇക്കാര്യത്തിൽ സർക്കാരിന്റെ നിലപാട് എന്നുള്ളതാണല്ലോ. ഈ നിലപാടിന്റെ പ്രശ്നം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ മുഖ്യമന്ത്രിയും അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരിയും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഈ കേസ് ഇപ്പോൾ ഭരണഘടനാ ബെഞ്ചിന്റെ മുമ്പിലാണല്ലോ ഉള്ളത്. അത് കോടതി പരിഗണിക്കുമ്പോൾ സർക്കാരിന്റെ നിലപാട് ആവശ്യപ്പെട്ടാൽ, അന്ന് തന്നെ പറഞ്ഞതാണ് കേട്ടോ, നിലപാട് ആവശ്യപ്പെട്ടാൽ സർക്കാർ പറയുക ഇത് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ട സാഹചര്യമുണ്ടെന്ന് സർക്കാരിന് കോടതി സർക്കാരിന് ആവശ്യപ്പെട്ടാൽ സർക്കാർ ചെയ്യുക, സർക്കാർ ബോധ്യപ്പെടുക. ഇത് മതപണ്ഡിതന്മാരും സമുദായ നേതാക്കളും ഒക്കെ ആയിട്ട് ആലോചിച്ച് ഒരു സമവായത്തിലെത്തി തീരുമാനമുണ്ടാക്കുക എന്നതിനാവും സർക്കാർ പ്രാധാന്യം നൽകുക എന്നും 2019 പറഞ്ഞിട്ടില്ല. 2019 സെപ്റ്റംബറിലാണ് അത് പറഞ്ഞിട്ടുള്ളത്. കോടിയേരിയും മുഖ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ നിലപാടിൽ ഇപ്പോഴും മാറ്റമില്ല എന്നുള്ളതാണ് അതിനകത്ത് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ അദ്ദേഹം ഇന്നും പറഞ്ഞിട്ടുണ്ട്. സർക്കാരിന്റെ നിലപാട് മാറ്റാമായിരുന്നു. ഏതാ സ്വീകരിച്ച നിലപാട് ഈ പറഞ്ഞത്. കാരണം സുപ്രീം കോടതി വിധി പ്രകാരം യുവതി പ്രവേശനം സാധ്യമാക്കാം. പക്ഷെ സർക്കാർ അത് ചെയ്തില്ല. എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് സർക്കാരിനോട് യോജിപ്പ്. അതുകൊണ്ട് ആ നിലപാട് തന്നെ സർക്കാർ തുടരണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം എന്ന് ഇന്ന് വീണ്ടും ജി സുകുമാരൻ പറയുന്നുണ്ട്. അത് തന്നെ വെള്ളാപ്പള്ളിയും പറയുന്നുണ്ട്. അത് തന്നെയാണ് സർക്കാരിന്റെ നിലപാട്. അഭിലാഷേ, സർക്കാരിന്റെ അതിലുള്ള ഒരു പ്രശ്നം, വളരെ അഗ്രസീവായി ഈ യുവതീ പ്രവേശനത്തിന് വേണ്ടി നിലപാടെടുത്തിരുന്ന സർക്കാരായിരുന്നു ഒന്നാം പിണറായി സർക്കാർ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റം താങ്കൾ സൂചിപ്പിച്ചു, ശരിയായി തന്നെ. പക്ഷേ യുവതീ പ്രവേശന വിധി ഉണ്ടായപ്പോൾ അതിനെ സ്വാഗതം ചെയ്യുകയും ആ വിധി നടപ്പാക്കാനായി സ്റ്റേറ്റ് മുൻകൈ എടുക്കുകയും കയറാൻ വന്ന ആളുകൾക്ക് സംരക്ഷണം ഒരുക്കുകയും അതൊരു ക്യാമ്പയിനായി, പൊളിറ്റിക്കൽ ക്യാമ്പയിനായി CPM എടുക്കുകയും നവോത്ഥാന സംരക്ഷണത്തിന് വേണ്ടി സംസ്ഥാനം മുഴുവൻ സർക്കാരിന്റെ നേതൃത്വത്തിലും പാർട്ടിയുടെ നേതൃത്വത്തിലും പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുകയും ഒരു വനിതാ മതിൽ സംഘടിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്തത് നമ്മുടെ ഓർമ്മകളിൽ ഉണ്ടല്ലോ. അപ്പോൾ വളരെ അഗ്രസീവായി ഇത് സമത്വമാണ്, ആർട്ടിക്കിൾ 14 ആംബിറ്റിൽ വരുന്ന സമത്വത്തിന്റെ വിഷയമാണ് എന്ന് രാഷ്ട്രീയമായി എടുത്ത നിലപാടിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ് ഔദ്യോഗികമായി തന്നെ എന്ന് ഉറപ്പിക്കാമല്ലോ. അല്ല, അന്ന് താങ്കൾ പറഞ്ഞതിൻ്റെ അകത്ത് വസ്തുതകളുണ്ട്. ഞാൻ അതിന് ഒരു കാര്യം ആഡ് ചെയ്യാൻ വേണ്ടി മാത്രം പറയുന്നുള്ളൂ. അത് വ്യക്തിപരമാണ്, എൻ്റെ വ്യക്തിപരമായൊരു അഭിപ്രായമാണ്. ഞാൻ അന്നും ഈ പ്രശ്നം ഉണ്ടായപ്പോൾ നവംബർ ഡിസംബർ മാസങ്ങളിൽ പല ചാനലുകളിലും ചർച്ച ചെയ്തപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത് ഈ ഗവൺമെന്റിന് ഇക്കാര്യത്തെ പറ്റിയിട്ടുള്ളൊരു പെശകായി ഞാൻ കാണുന്നത്, അങ്ങനെയാണ് പറഞ്ഞത്. ഇതൊരു ക്രമസമാധാന പ്രശ്നമായി ഗവൺമെന്റ് കാണുന്നു. പക്ഷെ അതൊരു ക്രമസമാധാന പ്രശ്നമല്ല. അത് അങ്ങനെ കാണാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നതാണ് പ്രശ്നം. പിന്നീട് ഗവൺമെന്റ് അതിലേക്ക് വരുന്നുണ്ട്. ക്രമസമാധാന പ്രശ്നമാണ്, ഡയറക്റ്റ് അങ്ങനെ വരുന്നു എന്നുള്ളതല്ല. പക്ഷേ ഈ പിന്നീടുണ്ടായ സംഭവ വികാസങ്ങൾ, പ്രത്യേകിച്ചും 2019 പാർലമെന്റ് ഇലക്ഷന് തത്വം ഉണ്ടായ സംഭവ വികാസങ്ങളും അതിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന സോഷ്യൽ ഡൈനാമിക്സും, അതാണ് പ്രധാനം. ആ സോഷ്യൽ ഡൈനാമിക്സ് കൊണ്ടുവന്ന ചില ഇമ്പാക്റ്റുകൾ CPM വ്യക്തമായി തിരിച്ചറിയുന്നുണ്ട്. ആ തിരിച്ചറിവിന്റെ ഭാഗമായിട്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞ മുഖ്യമന്ത്രിയും കോടിയേരിയും പറഞ്ഞ പാർട്ടി സ്വീകരിച്ച നിലപാട് അത് കണ്ടിന്യൂ ചെയ്യുകയാണ് അന്ന് മുതൽ ഇന്ന് വരെയും. അതിന് മാർച്ച് 14 അവര് അഭിപ്രായം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, മാർച്ച് 14 മുൻപ്. അപ്പൊ കൊടുക്കുമ്പോഴും ഇത് തന്നെയാവും പറയാൻ പോവുക. ഈ കാര്യത്തിൽ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും വിശ്വാസത്തിന്റെയും കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട്, പ്രത്യേകമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അതൊരു ക്രമസമാധാന പ്രശ്നമായി മാറുന്ന നിലയിലേക്ക് പോകാൻ സർക്കാരിന് ആഗ്രഹമില്ല, താല്പര്യമില്ല എന്നുള്ള നിലയായിരിക്കും സ്വീകരിക്കാൻ സാധ്യത എന്നാണ് ഞാൻ കരുതുന്നത്. ശരി, തീർച്ചയായിട്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്, അങ്ങനെ ആയിരിക്കുമെന്നാണ് ഞാനും കരുതുന്നത്.
അങ്ങനെയല്ലേ വേണ്ടത് ശ്രീ വി പി ശ്രീപത്മനാഭൻ? ഇനിയും ഒരു സുവർണാവസരം BJPക്കോ കോൺഗ്രസിനോ നൽകേണ്ടതുണ്ടോ സർക്കാർ? അല്ല, ഈ പാർട്ടി ഈ 20 കൊല്ലം കൂടുമ്പോൾ ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്നും അന്ന് ഞങ്ങളെടുത്ത നിലപാട് തെറ്റാണെന്നും പറയുന്ന ഒരു പാർട്ടിയാണ് പണ്ട് മുതലേ. ട്രാക്ടറിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്, കമ്പ്യൂട്ടറിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്, മറ്റു പലതിൻ്റെ കാര്യത്തിൽ, ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയുടെ കാര്യത്തിൽ അങ്ങനെയാണ്, നാഷണൽ ഹൈവേ 66ൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്, നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്. ഇതൊക്കെ ഇവരുടെ സ്വഭാവമാണ്. നിൽക്കട്ടെ, ഞാൻ ഇവിടെ വിഷയം എന്താ അറിയോ? എന്താണ് സുപ്രീം കോടതിയുടെ 2018 വിധി? 3B അൺകോൺസ്റ്റിറ്റ്യൂഷണലാണെന്ന് ഡിക്ലെയർ ചെയ്തു. അതല്ലേ സംഭവിച്ചിട്ടുള്ളൂ, അത്രയല്ലേ ചെയ്തിട്ടുള്ളൂ. അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി ആക്ടിവിസ്റ്റുകളെ കയറ്റാനുള്ള ഉത്തരവായിരുന്നോ? അങ്ങനെയായിരുന്നോ? യഥാർത്ഥ ഭക്തകളായ സ്ത്രീകൾ ആ ഭക്തിയോടുകൂടി വിശുദ്ധിയോടുകൂടി ആരെങ്കിലും ഒരാൾ അങ്ങോട്ട് വന്നോ? ഇവർക്ക് തൻ്റെ ഇടണ്ടോ പറയാൻ? എന്നാൽ ഇന്ന് പറയട്ടെ ഇവർ. അതായത് ഞങ്ങൾ അവിടെ കയറ്റിയ 2 പേർ യഥാർത്ഥ ഭക്തിയോടുകൂടി വന്നവരാണ്. ഇവർ കയറ്റാൻ ശ്രമിച്ച ഒരു സ്ത്രീ അവരുടെ ഇരുമുടിക്കെട്ടിൽ എന്താ കരുതിയെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. എനിക്ക് മാന്തി പുണ്ണാക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. അവരെന്താണ് ആ ഇരുമുടിക്കെട്ടിൽ കരുതിയെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഒരു കോടതി വിധി വന്നപ്പോൾ അതിനെ തങ്ങൾക്ക് എങ്ങനെയൊക്കെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കാം എന്ന് റിസർച്ച് നടത്തി ഇവിടെ എത്രയോ കാലമായി, കാലപ്പഴക്കം നിർണ്ണയിക്കാൻ പറ്റാത്ത അത്രയും കാലമായി നിലനിൽക്കുന്ന ഒരു പ്രത്യേക സമുദായത്തിൻ്റെ ആചാരത്തെ തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങി. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഈ വിധി വന്ന ഉടനെ വിശ്വാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എന്താ പറഞ്ഞത്? ഇത് ശരിയല്ല, ഈ വിധി ഇത് തിരുത്തണമെന്നല്ലേ പറഞ്ഞത്? ഈ പറഞ്ഞ NSSഉം ഈ പറഞ്ഞ SNDPയും ഈ പറഞ്ഞ നിരവധി ഹിന്ദു സമുദായ സംഘടനകൾ. നിങ്ങൾ സംഘപരിവാറിൻ്റെ അഭിപ്രായം ഒന്നും മാനിക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങളുടെ പേരുള്ള കേസ് പിൻവലിക്കണമെന്നും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ കുറെ കേസ് കോടതിയൊക്കെ സംഘപരിവാറിന്റെ അഭിപ്രായം മാനിക്കണമെന്ന് പറയുന്നില്ല എന്ന് പറയുമ്പോൾ സംഘപരിവാറിന്റെ അഭിപ്രായം എന്തായിരുന്നു? RV ഹരി എന്ന കേരളത്തിലെ ഏറ്റവും മുതിർന്ന സംഘപരിവാർ ഐഡിയോളജി വളരെ ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി ക്യാമ്പയിൻ ചെയ്ത ആളാണ്. അതെ, R ഹരിയുടെ പുസ്തകത്തെ താങ്കൾ അതെയോ? രാജഗോപാൽ ഞാൻ ചോദിക്കട്ടെ, ശബരിമലയിൽ സ്ത്രീ പ്രവേശനം വേണമെന്ന് ലേഖനം എഴുതിയിട്ടുണ്ട്. സംഘപരിവാറിൽപ്പെട്ട മനസ്സിലായി, ചോദ്യമൊക്കെ മനസ്സിലായി. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ക്ഷേത്ര സംരക്ഷണ സമിതിയോ വിശ്വ ഹിന്ദു പരിഷത്തോ ഉൾപ്പെടെയുള്ള ഏതെങ്കിലും സംഘപരിവാർ സംഘടനകൾ ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ടോ കോടതിയിൽ ഇങ്ങനെ വേണമെന്ന്? ആരെങ്കിലും ഹാജരായിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ കോടതിയിൽ? ആരെങ്കിലും വ്യക്തിപരമായി ഒരു അഭിപ്രായം പറഞ്ഞാൽ അതാണ് ഇവർക്ക് സംഘപരിവാറിന്റെ അഭിപ്രായം? അതാണോ നിങ്ങൾക്ക് സംഘപരിവാറിന്റെ അഭിപ്രായം? സംഘപരിവാർ ഒരു വ്യവസ്ഥാപിതമായ രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘടനയല്ലേ? കാലമൊന്നും പറയണ്ട, ഒന്നുമല്ല. ഒരു സംഘപരിവാർ സംഘടനയും ഔദ്യോഗികമായി അങ്ങനെ ഒരു നിലപാടെടുത്തിട്ടില്ല. വ്യക്തിപരമായി പലരും പല അഭിപ്രായവും പറയും. അതാണോ ഇവർ കണക്കാക്കുക? ഇനി വേറൊരു ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഇവർ കോടതിയിൽ അഫിഡവിറ്റ് തിരുത്തിയത് സംഘപരിവാറിൻ്റെ അഭിപ്രായം മാനിച്ചിട്ടാ? ഈ നേതാക്കന്മാരുടെ അഭിപ്രായം മാനിച്ചിട്ടാ? ആണോ? അത്രയ്ക്ക് മിടുക്കന്മാരവർ ആണോ? ഏതൊക്കെയോ ചില ആളുകൾ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞത് മാനിച്ചിട്ടാ ഇവർ കോടതിയിൽ പോയി നിലപാട്? ഞാൻ ചോദിക്കട്ടെ, അച്യുതാനന്ദൻ ഗവൺമെൻറ് എടുത്ത നിലപാട് ഉമ്മൻചാണ്ടി സർക്കാർ തിരുത്തിയപ്പോൾ അത് വീണ്ടും ഇവർ തിരുത്തിയത് സംഘപരിവാറുകാർ ചില നേതാക്കന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പിന്നെ ഞങ്ങളങ്ങ് അഫിഡവിറ്റ് തിരുത്തിക്കാളാന്ന് പറഞ്ഞിട്ടാ? ആണോ? ഇനി ഇതൊക്കെ പോട്ടെ, വിധി വന്നപ്പോൾ അപ്പം അതൊന്നല്ല. ഇത് വലിയൊരു അഭ്യാസം കളിച്ച് നോക്കിയതാ. അതിൽ ഒരു വലിയ അഭ്യാസി ഞാൻ പറയുന്നില്ല, അയാൾ അച്ഛൻ ജയിലില്ല. അപ്പം ഏത് ശബരിമലയിലെ സ്വർണം കട്ട കേസിൽ അതിലത്തെ അന്ന് വലിയ അഭ്യാസം കളിച്ച ഒരു വിദ്വാൻ്റെ അച്ഛൻ ശബരിമലയിലെ സ്വർണം കട്ട കേസിൽ ഇപ്പം ജയിലില്ല. അപ്പം അഭ്യാസികളൊക്കെ ഉണ്ടാവും. ഞാൻ അഭ്യാസികളെ പറ്റി കൂടുതൽ പറയുന്നില്ല, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇവരെടുത്ത നിലപാട് ധിക്കാരപരമായ നിലപാടാണ്. ഇന്ന് വരെ ഏതെങ്കിലും കേസ് പിൻവലിച്ചിട്ടുണ്ടോ? NSSകാരുടെ കേസ് പിൻവലിച്ചോ? പോട്ടെ, RSSകാരെ കേസ്, BJPക്കാരെ, വിശ്വ ഹിന്ദു പരിഷത്തുകാരെ, ഹിന്ദു ഐക്യവേദിക്കാരെ കേസൊന്നും പിൻവലിക്കണ്ട. NSSകാരെ കേസ് പിൻവലിച്ചോ?
ആക്ടിവിസ്റ്റുകളെ കയറ്റിയത് തെറ്റായിപ്പോയി എന്ന് പറയൂ അവർ. അത് ഞങ്ങളെടുത്ത നിലപാട് തെറ്റായി. ഇന്നും ഒന്നും പറഞ്ഞിട്ടില്ല. ഉരുണ്ട് കളിക്കുകയാണ്. ഇനി ഇതിൽ വേറൊരു സാങ്കേതിക വിഷയമുണ്ട്. ഇപ്പോൾ നേരത്തെ സംസാരിച്ച MR അഭിലാഷ് പറഞ്ഞു ഇത് മാറ്റാം. ഞാൻ മനസ്സിലാക്കിയത് കേസിൻ്റെ വിധി വരുന്നതിന് മുമ്പ് എടുക്കുന്ന നിലപാടുകളിൽ സർക്കാരിന് മാറ്റം വരുത്താം, ഞങ്ങളെ നയം മാറി എന്ന് പറഞ്ഞ്. ഇവിടെ ഇടതുപക്ഷ സർക്കാർ എടുത്ത നിലപാടിന് അനുകൂലമായ ഒരു വിധി വന്നു എന്ന് വെച്ചാൽ പിണറായി ഗവൺമെൻറ് സർക്കാർ ആ കേസിൽ ജയിച്ചു. അവർ ജയിച്ച കേസിൽ അതിൽ തോറ്റ കക്ഷികൾ പുനഃപരിശോധനാ ഹർജിയായി വരുമ്പോൾ എന്നാൽ പിന്നെ അത് പുനഃപരിശോധിച്ചോട്ടെ എന്ന് പറയാം. ഇത് മുന്നണി മാറും പോലെ, പാർട്ടികൾ മുന്നണി മാറും പോലെ കോടതിയിൽ നിലപാട് മാറ്റുക. വിധി വരുന്നതിന് മുന്നേ മാറ്റിയാൽ മനസ്സിലാക്കുക, വിധി വന്നതിന് ശേഷം മാറ്റുക. ഈ കേസിൽ ഒരു പുനഃപരിശോധനാ ഹർജിക്കാരന് വേണ്ടി ഹാജരാകുന്ന ഒരു സുപ്രീം കോടതി വക്കീൽ എൻ്റെ ഒരു സുഹൃത്താണ്. 10-35 കൊല്ലമായി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ അങ്ങോരോട് ചോദിച്ചു, ഇവർക്കിങ്ങനെ ഇനിയിപ്പോൾ വിധി വന്നിട്ട് ഇവർ ജയിച്ച കേസിൽ തോറ്റവർ പുനഃപരിശോധന ഹർജി കൊടുക്കുമ്പോൾ എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ അയാൾ ഉറക്കെ ചിരിച്ചിട്ട് പറഞ്ഞു, ഞാൻ 35 കൊല്ലമായി ഇവിടെ, ഇതുവരെ ഞാൻ അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല. അപ്പൊ എന്താ പറയാൻ പോകുന്നത്? ഞങ്ങൾ ജയിച്ച കേസിൽ ഞങ്ങളെ തോൽപ്പിക്കണം എന്നാ? ശരി, സർക്കാർ നിലപാട് ഞാൻ അവിടെ ഒന്നും പോവാത്ത ആളാ. ശരി, ഞാൻ അങ്ങനെ ശ്രീ ആർ വി രാജൻ. അല്ല, ഞാനിവിടെ താഴെ കോടതി പോകുന്ന ആളാ. ശരി ശരി, പുളിച്ച ചീത്ത വെക്കും കോടതിയിലെടുത്ത്. ശരി, ഓക്കെ. ശ്രീ ആർ വി രാജേഷ്, ഇപ്പോ സുപ്രീം കോടതി മുമ്പാകെ ഉള്ളത് വിശാല ഭരണഘടനാ ചോദ്യമാണ്. ആർട്ടിക്കിൾ 25-ഉം 26-ഉം സംബന്ധിക്കുന്ന ചില ചോദ്യങ്ങൾ. അതിൽ എങ്ങനെ ജുഡീഷ്യൽ റിവ്യൂ സാധ്യമാകും, ആർട്ടിക്കിൾ 25-ന്റെയും 26-ന്റെയും സ്കോപ്പ്, മറ്റ് ഭരണഘടനാ പ്രൊവിഷനുകൾ എങ്ങനെ മതസ്വാതന്ത്ര്യത്തിൽ ബാധകമാക്കും, ജുഡീഷ്യൽ റിവ്യൂവിന് എത്രമാത്രം സാധ്യതയുണ്ട്, ഇങ്ങനെ നിരവധി വിഷയങ്ങൾ. അത് ഒരു കൃത്യമായ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷനിലേക്ക് പോകേണ്ട ആവശ്യമുള്ള ചോദ്യങ്ങളുമാണ്. അങ്ങനെ ഇരിക്കെ ഇതിനെ ശബരിമല എന്നുള്ള നിലയിലേക്ക് ചുരുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ശബരിമല വിഷയത്തിലൊരു തർക്കമില്ല. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ എനിക്ക് തോന്നുന്നു എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ഒരേ നിലപാടാണ്. അത് നമുക്ക് ചുരുക്കത്തിൽ വിശ്വാസികൾക്കൊപ്പം ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി അങ്ങനെ വേണമെങ്കിൽ ചുരുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഇനി ഒരു രാഷ്ട്രീയ വിവാദത്തിന്റെ സാധ്യത എവിടെ? അല്ല, രാഷ്ട്രീയ നിലപാട് ഒന്നാണ് എന്ന് CPM പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ ശ്രീ ജയചന്ദ്രൻ ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങൾ കേട്ടാൽ അദ്ദേഹം CPM-ന്റെ വക്താവും അതേസമയം NSS-ന്റെ വക്താവും SNDP-യുടെ വക്താവുമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. NSS എന്ത് പറഞ്ഞു എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാം. SNDP-യുടെ നിലപാട് എന്താണെന്നും കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാം. CPM-ന്റെ നിലപാട് ശ്രീ ME ഗോവിന്ദ മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ സർക്കാർ കോടതിയിൽ ഉചിതമായ നിലപാട് എടുക്കും എന്നല്ലാതെ CPM-ന്റെ ഒരു നിലപാടായി അദ്ദേഹം ഇന്ന് ആവർത്തിച്ച് ഇന്നതാണ് CPM-ന്റെ നിലപാട് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ല. അതാണ് നമ്മളുടെ പൊതുസമൂഹത്തിന് മുന്നിൽ മാധ്യമങ്ങളോട് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്തിനാണ് ഈ ശബരിമല? ശരി, നിങ്ങൾ നിലപാട് മാറ്റി. എന്തിനാണ് നിങ്ങൾ നിലപാട് മാറ്റിയെങ്കിൽ നേരത്തെ ഈ കോലാഹലം മുഴുവൻ ഉണ്ടാക്കിയത്? ഒരു സുപ്രീം കോടതിയുടെ വിധിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ ശബരിമലയിൽ അവിശ്വാസികളെ കയറ്റാനും പോലീസ് യൂണിഫോം ഇട്ട് സ്ത്രീകളെ കയറ്റാനും ശബരിമല ഒരു കലാപഭൂമിയാക്കി മാറ്റിയില്ലേ? അവിടെ വിശ്വാസികൾക്ക് ആ സമയത്ത് ആരാധന നടത്താൻ, ദർശനം നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിയില്ലേ? അവിടെ പൂജ നിർത്തി വെച്ച് പൂജാരിമാർ താഴെ വന്ന് ശരണം വിളിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കിയില്ലേ? അപ്പൊ ഈ ഒരു ആരാധനാലയത്തിലെ മുഴുവൻ സംവിധാനങ്ങളെ തകർക്കുന്ന രീതിയിലേക്ക് ഒരു സർക്കാരിന്റെ സംവിധാനം, പോലീസ് ഒക്കെ ഉപയോഗിച്ച് ഒരു കലാപഭൂമിയാക്കി ശബരിമലയിൽ നിങ്ങൾ എന്തിനാണ് മാറ്റിയത്? പിന്നെ ഈ നിലപാട് അന്നെടുത്താൽ പോരായിരുന്നോ? ഇവിടെ എന്താ പ്രശ്നം ഉണ്ടാക്കിയത്? സർക്കാരിന്റെ നിലപാട് ഒരു ക്രമസമാധാന പ്രശ്നം ആവശ്യമില്ല. മതപരമായ കാര്യങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങളിൽ അറിവുള്ള ആളുകൾ ഒരു സമവായത്തിലെത്തട്ടെ. ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കിയല്ല ഇത്തരത്തിലൊരു കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കേണ്ടത് എന്ന നിലപാട് സർക്കാർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ ആ പ്രശ്നമില്ലല്ലോ. അല്ല, അങ്ങനെയാണെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഇവർ ശബരിമലയെ കലാപഭൂമിയാക്കിയത്? 2016 UDF ഗവൺമെന്റ് കാലഘട്ടത്തിൽ സുപ്രീം കോടതി കൊടുത്ത അഫിഡവിറ്റ് ഉണ്ടല്ലോ, ആ അഫിഡവിറ്റിൽ മാറ്റം വരുത്തണമെന്ന് പറഞ്ഞതാരാ? ഈ ഗവൺമെന്റ് ആണ്. ഈ ഗവൺമെന്റ് VS അച്യുതാനന്ദന്റെ കാലത്തെ അന്നത്തെ അഫിഡവിറ്റിലേക്ക് തിരിച്ചു പോകണം. അന്നെടുത്ത നിലപാടാണ്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട്, അതാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട്, അതാണ് ഈ ഗവൺമെന്റ് നിലപാട് എന്ന് സുപ്രീം കോടതി പറഞ്ഞതിന്റെ ഫലമായിട്ടല്ലേ ഈ വിധി വന്നത്? വിധി ചോദിച്ചു വാങ്ങിയല്ലേ? ഇവിടെ എന്താണ് ആർട്ടിക്കിൾ 24-25 അതനുസരിച്ചുള്ള ആ ഭരണഘടനയുടെ ആചാരപരമായ അനുഷ്ഠാനപരമായ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നാണ് UDF പറഞ്ഞത്. അതല്ല ഈ ഗവൺമെന്റ് പറഞ്ഞ എന്താണ്? ഇവിടെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, സ്ത്രീകളോടുള്ള വിവേചനമുണ്ട്, തുല്യത ആർട്ടിക്കിൾ 14 അനുസരിച്ചുകൊണ്ട്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 അനുസരിച്ചുകൊണ്ട് ആ തുല്യത സംരക്ഷിക്കപ്പെടണം. ഇവിടെ സ്ത്രീകൾക്കെല്ലാം തുല്യത, അതുകൊണ്ട് ശബരിമലയിൽ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉണ്ട് എന്നാണല്ലോ കോടതി വാദിച്ചത്. അതിന്റെ ഫലമായിട്ടല്ലേ വിധി ഉണ്ടായത്? യഥാർത്ഥത്തിൽ അവിടെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉണ്ടോ?
ഇവിടെ യഥാർത്ഥത്തിൽ 25-24 ആർട്ടിക്കിൾ 25-26 അനുസരിച്ചുകൊണ്ട് വിശ്വാസങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ്. അതാണ് ഇവിടെ ഊന്നൽ കൊടുക്കേണ്ടത്. അതിന് പകരം ഇതിനെ ജെൻഡർ ഡിസ്ക്രിമിനേഷന് കൊണ്ടുവരികയും അവിടെ ഏതെങ്കിലും സ്ത്രീകളോട് വിവേചനം ഉണ്ടോ? സ്ത്രീകൾക്ക് അവിടെ പ്രവേശനമുണ്ട്. ഒരു പ്രത്യേക പ്രായപരിധിയിലുള്ള സ്ത്രീകൾക്ക് അവിടെ പ്രവേശനമില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഇത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ വിഷയമേ ഉദിക്കുന്നില്ല എന്നാണ് ബാധിച്ചത്. അത് മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് ഒരു പുതിയ വാദഗതി ഉയർത്തിക്കൊണ്ട് ഇത്തരം ഒരു വിധി ചോദിച്ചു വാങ്ങി ശബരിമലയിൽ ഈ കുഴപ്പം അത്രയും ഉണ്ടാക്കിയവരാണ്. ശരി, ഓക്കെ. ശ്രീ ടി കെ രാജഗോപാൽ, സർക്കാരിന്റെ നിലപാട് എന്തായിരിക്കും നമുക്ക് ഊഹിക്കാം. കാരണം ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്. സർക്കാരിന്റെ നിലപാട് പുനഃപരിശോധന ഹർജികൾ തള്ളണം എന്നുള്ളതാണെങ്കിൽ അനിതര സാധാരണമായ രാഷ്ട്രീയ വിവാദം ഉയർന്നവരും അതൊരു സുവർണാവസരമായി മാറുകയും ചെയ്യും. ഇപ്പോൾ പ്രതിപക്ഷത്തിന്, അത് UDF-നാണെങ്കിലും BJP-ക്കാണെങ്കിലും ഒരു സുവർണാവസരം ഉണ്ടാക്കി കൊടുക്കാമെന്ന് എന്തായാലും ഭരണപക്ഷം ചിന്തിക്കില്ലല്ലോ. തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെയാണ് ഈ കേസിന്റെ വാദം വരുന്നത് എന്നുള്ളത് മറ്റൊരു കോയിൻസിഡൻസ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സുവർണാവസരം ഉണ്ടാവാതിരിക്കൽ എന്ന കാര്യത്തിലായിരിക്കില്ലേ ശ്രദ്ധ? ഈ പാനലിൽ തന്നെയുള്ള അഡ്വക്കേറ്റ് അഭിലാഷ് പറഞ്ഞ കാര്യത്തോടാണ് എനിക്ക് യോജിപ്പ്. കാരണം ഇത് കോടതിയെ, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് എന്ന് നടക്കുന്നു, തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് എന്ന് നടക്കുന്നു, അതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം പരിഗണനാ വിഷയമേ അല്ല. കോടതി, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പക്ഷെ കേരള സർക്കാരിന്റെ നിലപാടെടുക്കുമ്പോൾ അതൊരു പരിഗണനാ വിഷയമാണല്ലോ. തീർച്ചയായിട്ടും അത് കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്, ഞാനത് അംഗീകരിക്കുന്നു. അതുകൊണ്ട് തമിഴ്നാട്ടിൽ എന്ത് തെരഞ്ഞെടുപ്പ് നടന്നു, കേരളത്തിൽ എന്ത് തെരഞ്ഞെടുപ്പ് നടന്നു, കോടതി അത്തരം കാര്യങ്ങളൊന്നും പരിഗണിക്കുന്നില്ല. ഒരു വർഷത്തിനകം, അദ്ദേഹം റിട്ടയർ ചെയ്യുന്നതാണെന്നാണ് പറയുന്നത്, ആ ഒരു വർഷത്തിനകം കാര്യത്തിൽ തീർപ്പുണ്ടാകണം. അത്രയും വരെ നീട്ടിപ്പോകത്തില്ലെന്നാണ് നമുക്ക് തോന്നുന്നത്. എനിക്കിന്ന് എന്റെ പരിമിതമായ അറിവ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ കേന്ദ്ര സർക്കാരിന്റെ ഒരു നിലപാടാണ് എനിക്ക് ഒരു വിഷയത്തിൽ ഒരു പോസിറ്റീവായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. കേന്ദ്ര സർക്കാരിന് ആദ്യഘട്ടത്തിൽ 2020 വാദം പറയാൻ പറ്റിയിട്ടില്ലെന്നാണ് തോന്നുന്നത്. കാരണം അപ്പോഴത്തേക്ക് ഈ കേസ് ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് അതിന്റെ വിചാരണ നടപടികളൊക്കെ നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് സോളിസിറ്റർ ജനറൽ ശ്രീ തുഷാർ മേത്ത കോടതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം അനുകൂലിക്കുകയാണ്. അതായത് പുനഃപരിശോധന ഹർജി വേണം എന്നുള്ള കാര്യത്തെ അനുകൂലിച്ചാണ് സംസാരിക്കുന്നത്. കോടതിയുടെ ഇവിടെ കൊടുത്തിരിക്കുന്നത് അങ്ങനത്തെ വാക്കാൽ വന്നിരിക്കുന്നതാണ്. അതെല്ലാം കൂടെ ഈ പറയുന്ന പോലെ എഴുതിത്തരണമെന്നാണ് അദ്ദേഹത്തിന്റെയും വാദവും എഴുതി കൊടുക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ സാഹചര്യം വിലയിരുത്തണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേന്ദ്ര സർക്കാരിന്റെ വാദത്തോട് എനിക്ക് യോജിപ്പ് അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നു എന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ശബരിമലയിലെ ആത്മീയ ആചാര്യൻ അല്ലെ, അയ്യപ്പന്റെ പിതൃസ്ഥാനീയൻ എന്ന് പറയുന്ന തന്ത്രി ജയിലിലാണ്. അതിന്റെ കസ്റ്റോഡിയനായ ദേവസ്വം ബോർഡിന്റെ ഭരണാധികാരികൾ, അതിന്റെ പ്രസിഡന്റുമാരും കമ്മീഷണർമാരും ആളുകളെല്ലാവരും ജയിലിലാണ്. ഇവരുടെ ചില ആളുകളുടെയൊക്കെ ജാമ്യം സുപ്രീം കോടതി ചെന്നപ്പോൾ സുപ്രീം കോടതി എന്താ പറഞ്ഞത്? നിങ്ങൾ ദൈവത്തെ പോലും വെറുതെ വിട്ടില്ലല്ലോ, അല്ലേ? അയ്യപ്പ സ്വാമിയുടെ സ്വർണം അടിച്ചെടുക്കുകയായിരുന്നല്ലോ നിങ്ങളുടെ പണിയെന്നൊക്കെ എന്നുള്ള മട്ടിലാണല്ലോ പരാമർശങ്ങൾ വന്നത്. കോടതി പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞൊരു കാര്യം ഞങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്, ഞങ്ങൾ ഇത്തരം കാര്യങ്ങളെല്ലാം നിരീക്ഷിക്കുന്നുണ്ട്, ഞങ്ങളത് പത്രമാധ്യമങ്ങളിൽ കൂടെ ഞങ്ങളിത് അറിയുന്നുണ്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിൽ വേണം കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിനെ കാണാമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇതൊരു കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയമാണെന്ന് തോന്നുന്നു. ദേവസ്വവും അതിലെ ഭരണം മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത് കൺകറന്റ് ലിസ്റ്റിലാണ്. കേന്ദ്ര സർക്കാരിനും റോളുണ്ട് ഇക്കാര്യത്തില്. ഒരു പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ വാദങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എഴുതി കൊടുത്ത ശേഷം വാദങ്ങളൊക്കെ വരുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിനോട് ചോദിക്കാം. എന്തായാലും നമ്മൾ ഭരണാധികാരി ഇവിടെ വിടുന്ന രാഷ്ട്രീയക്കാരെയാണ് ഇതുവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. അവരെല്ലാവരും ഇത്തരം കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭരണത്തിൽ വന്ന ശേഷം അയ്യപ്പന്റെ സ്വത്തുക്കളൊക്കെ അടിച്ചുകൊണ്ട് പോകാനുള്ള പരിപാടിയാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. ശരി, നമുക്ക് എന്തായാലും എന്താണ് കോടതി കാണുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം. ശ്രീ ജയചന്ദ്രൻ, അങ്ങേക്ക് പോകാനുള്ളതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി താങ്കളോട്. ഈ കേസിന്റെ പേര് തന്നെ കണ്ഠരര് രാജീവരര് വേഴ്സസ് ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ എന്നുള്ളതാണ്. ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട സ്പെസിഫിക്കായ കേസ് നമുക്കറിയാം. അതിലെ ഹർജിക്കാരൻ, പുനഃപരിശോധന ഹർജി കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കേസിലെ ടൈറ്റിൽ ഉള്ള ആൾ ജയിലിലാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു മോഷണ കേസിൽ. മറ്റുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ കാര്യം, ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കാര്യം ഇവിടെ സൂചിപ്പിക്കപ്പെടുകയും ചെയ്തു. ഇത് വളരെ വളരെ സെൻസിറ്റീവായ ഒരു കേസ് എന്നുള്ള നിലയിൽ സുപ്രീം കോടതി ഈ കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്, ദേവസ്വം ബോർഡിനൊക്കെ നിലപാട് പറയേണ്ടി വരും. ആ നിലപാട് പറയുന്നതിലെ ഒന്നാമത്തെ പരിഗണന എന്തായിരിക്കും? പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഗവൺമെന്റിന് നിലപാടുകളില്ലാത്തതല്ലല്ലോ ഇതിലെ വിഷയം.
പക്ഷേ ഈ 2019-18 വിധി, അതിനുശേഷം 2019 ആ ഇലക്ഷൻ വരെയുള്ള കാലഘട്ടത്തിൽ നടന്ന പിന്നെ നാമജപ ഘോഷയാത്ര അടക്കമുള്ള പ്രതിഷേധങ്ങളുടെയും സമരങ്ങളുടേതുമായിട്ടുള്ള വലിയൊരു സംഭവത്തിന്റെ ഒരു ഉള്ളടക്കം നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ പറഞ്ഞത് അത് ഉയർത്തിക്കൊണ്ടുവന്ന അല്ലെങ്കിൽ അത് ഉയർത്തിവിട്ട ഒരു സോഷ്യൽ ഡൈനാമിക്സ് ഉണ്ട്. അതാണ് ഗവൺമെന്റ് പിന്നീട് മനസ്സിലാക്കുന്നത്. പിന്നീടാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇലക്ഷന് ശേഷമാണ് അത് മനസ്സിലാക്കപ്പെടുന്നത്. അപ്പോഴാണ് പുതിയ നിലപാട് അവർ സ്വീകരിക്കുന്നത്. ആ നിലപാടാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു ക്രമസമാധാന പ്രശ്നമായി മാറിക്കഴിഞ്ഞു ആ ഇഷ്യൂ കേരളത്തിൽ മാത്രമേ അത് വരുന്നുള്ളല്ലോ. അതുകൊണ്ട് ഇനി ഇത് സംബന്ധിച്ച് തീരുമാനം എടുക്കേണ്ട ഘട്ടം എപ്പോൾ വന്നാലും ശരി, അപ്പോൾ പിന്നെ ആത്മീയാചാര്യന്മാരുടെയും സാമുദായിക പ്രമാണിമാരുടെ അല്ലെങ്കിൽ സമുദായ പ്രധാനികളുടെയും ഇത്തരക്കാരും എല്ലാമായിട്ട് കൂടിയാലോചിച്ച ശേഷം ഒരു സമവായത്തിലെത്താനാണ് സർക്കാരിന്റെ താല്പര്യം. അതാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് എന്ന നിലപാടൊന്ന് സ്വീകരിക്കുകയാണ്. അപ്പൊ അത് ഈ ഗവേണൻസിന്റെ ഭാഗമായിട്ടാണ് അത് വരുന്നത്. ഒരു ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഗവേണൻസ് ആണല്ലോ അവരുടെ പണി. അതില് അങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചു എന്ന് മനസ്സിലാക്കപ്പെടുമ്പോൾ, അത് തിരിച്ചറിയുമ്പോൾ അത് തിരുത്താനുള്ള ഒരു ഉത്തരവാദിത്വം ആ ഭരിക്കുന്നവർക്ക് പിന്നെ ജനങ്ങളോട് കാണിക്കണമല്ലോ. അതാണ് ഗവൺമെന്റ് സ്വീകരിച്ച മാർഗം, നടപടി. അത് തുടരുകയാണ്. അതല്ലാതെ ഇപ്പൊ ഇവിടെ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞ പോലെ അദ്ദേഹത്തിനോട് താങ്കൾ ചോദിച്ചത് അവരുടെ നിലപാടെന്താണ്. അദ്ദേഹം എന്നെ ചീത്ത വിളിക്കാനാണ് ഈ സമയം മുഴുവൻ ഉപയോഗിക്കുന്നത്. ഞാൻ NSSന്റെ പക്ഷം പറഞ്ഞു, CPMന്റെ പക്ഷം പറഞ്ഞു, SNDPയുടെ പക്ഷം പറഞ്ഞു. താങ്കൾ ഏത് ലോകത്തു നിന്നാണ് ഇതൊക്കെ കേൾക്കുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല രാജേഷ്. അതിരിക്കട്ടെ, ഞാൻ അതിലേക്ക് വരുന്നുമില്ല. ഞാൻ പറഞ്ഞത് പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായതും അതിനെ സംബന്ധിച്ചുള്ള ഇമ്പാക്റ്റും. അതെ, നിലപാട് സത്യവാങ്മൂലത്തിൽ അന്നത്തെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. അത് വ്യക്തമല്ലേ? ഇനി പ്രത്യേകിച്ച് നിലപാടൊന്നും പറയേണ്ട കാര്യമില്ല. അതാ സുപ്രീം കോടതി അഫിഡവിറ്റ് കൊടുത്തതിൽ ഇതാണ് നിങ്ങളുടെ കുഴപ്പമില്ലാന്ന് നിങ്ങളോട് ചോദിക്കാത്ത ചോദ്യം എന്നോട് ചോദിക്കുന്നത് ഈ ഷോ നടത്തുന്ന ആങ്കർ ആയിട്ടുള്ള അഭിലാഷ് മോഹനാണ്. അദ്ദേഹമാണ് എനിക്ക് സമയം തരുന്നത്, നിങ്ങൾക്ക് സമയം തരുന്നത്. എനിക്ക് തന്നിട്ടുള്ള സമയത്തല്ല ഞാൻ സംസാരിക്കുന്നത്. താങ്കളൊന്നും അതിൻ്റെ അകത്ത് കയറി ഇടയ്ക്ക് കയറി ഈ അഭ്യാസം കാണിക്കാൻ പറ്റുന്നത് അത് മര്യാദയുടെ പണിയല്ലേ? അല്ല, താങ്കളോടല്ല ഞാൻ ചോദിച്ചത്. ഞാൻ അഭിലാഷ ചോദ്യത്തിന് മറുപടി പറയുകയാണ്. വഴക്കല്ല, അത് അസഹിഷ്ണുതയുടെ പ്രശ്നമാണ് അഭിലാഷെ. അഭിലാഷ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞാൽ മതി. അല്ല, അദ്ദേഹം ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. അഭിലാഷ് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ എന്നെ കോട്ട് ചെയ്തെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞാൽ മതി. അതാണല്ലോ ഒരു ഡിബേറ്റിംഗ് ഡെക്കോറം എന്ന് പറയുന്നത്. അങ്ങനെയാണല്ലോ നമ്മളൊക്കെ ജീവിക്കുന്ന, അങ്ങനെയല്ലേ? അത് അദ്ദേഹത്തിന് മാത്രം ബാധകമല്ല. എന്നോട് ചോദിച്ചുകൊണ്ട് ഞാനങ്ങ് മറുപടി പറയും എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണത്. അപ്പൊ പ്രശ്നം ഇതാണ്, കാര്യവും ഇതാണ്. ഇതിങ്ങനെ ശബരിമലയിൽ യുവതീ പ്രവേശനം എന്നൊരു വിഷയം വെച്ചുകൊണ്ട് അതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആക്കാൻ നോക്കിയവർക്കും, അതല്ലാതെ അത് തങ്ങൾക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ അവസരമാകും എന്ന് കരുതിയവർക്കും അത്തരം അവസരവും ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ ഒരു തരത്തിലുള്ള താല്പര്യവും ഇല്ലാതെ എങ്ങനെ ഇത് ഗുഡ് ഗവേണൻസിന്റെ ഭാഗമായി ക്രമസമാധാന പ്രശ്നങ്ങളില്ലാതെ കൊണ്ടുപോകാം എന്ന് ആലോചിക്കുന്ന ഭരിക്കുന്ന ഒരു ഗവൺമെന്റിന്റെയും പ്രശ്നമാണ്. അപ്പൊ അവിടെയാണ് ഗവൺമെന്റ് അങ്ങനെ നിലപാടെടുക്കുന്നത്. ആ നിലപാടായിരിക്കും സുപ്രീം കോടതി അറിയിക്കാൻ പോവുക എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ കഴിയും ഏതൊരു ഗവൺമെന്റ് എന്നും ഞാൻ കരുതുന്നു. ശരി, ഒരു ഇടവേള അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് പുതുതായി അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, രാഹുൽ ഈശ്വറും കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, ഇപ്പോൾ എല്ലാവർക്കും ഒറ്റ നിലപാടാണ്. വിശ്വാസമാണ് സംരക്ഷിക്കപ്പെടേണ്ടത്, ആചാരമാണ് സംരക്ഷിക്കപ്പെടേണ്ടത് എന്നുള്ളതാണ് ആ നിലപാട്. നേരത്തെ തുല്യതയുടെ പ്രശ്നം, സ്ത്രീകൾക്ക്, എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് കയറാനുള്ള അവകാശം തുടങ്ങിയ കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അതിലേതെങ്കിലും ആശ്ചര്യം കാണേണ്ടതുണ്ടോ? ഇവിടെ ചലഞ്ച് ചെയ്ത ആക്ട് കേരള ഹിന്ദു പ്ലേസസ് ഓഫ് പബ്ലിക് വർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഓതറൈസേഷൻ ഓഫ് എൻട്രി എന്ന് പറഞ്ഞ ആക്ടാണ്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അതിൽ റൂൾ 3B സ്ട്രക്ക് ഡൗൺ ചെയ്തു. അതായത് യുവതികൾക്ക് പ്രവേശിക്കാം, ഒരാൾ അകത്തേക്ക് കയറൂ എന്ന് പറയുന്ന ഒരു ടെമ്പിൾ എൻട്രി പോലെയാണ്. ടെമ്പിൾ എൻട്രി എന്ന് പറയുന്ന ഒരു ആക്ടിൻ്റെ അകത്ത് മുന്നിൽ കൊണ്ടുവന്ന ഒരു ഹഡിൽ വെച്ചിട്ട് ചാടി കടക്കാൻ പറ്റില്ല എന്ന രീതിയിൽ ഒരു ഹഡിൽ വെച്ചിരിക്കുകയാണ്. അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു, സ്ട്രക്ക് ഡൗൺ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞു. പിന്നെയും തന്നെയും അതിനെപ്പറ്റി സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല, അത് കളഞ്ഞു. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വിഷയത്തിൽ വളരെ കൃത്യമായി തന്നെ നമുക്ക് പറയാനുള്ളത്, ഇവിടെ നേരത്തെ സംസാരിച്ച അത് കേട്ടു. അതായത് എന്താണ്, ഇവിടെ ഈക്വാളിറ്റിയുടെ ഒരു വിഷയമില്ല. ആകെ ഈക്വാളിറ്റിയുടെ വിഷയമാണ് ചർച്ച ചെയ്തത്. അല്ല, വളരെ കൃത്യമായി തന്നെ അൺടച്ചബിലിറ്റിയെ കുറിച്ച് ചർച്ച ചെയ്തു. സ്ത്രീകൾക്കൊരു പ്രത്യേക അൺടച്ചബിലിറ്റി വെച്ചിരിക്കുകയാണ്.
ഇത് സ്ത്രീകൾ ഈ പ്രായത്തിൻ്റെ ഇടയിലുള്ള സ്ത്രീകൾ കയറുക അല്ലെങ്കിൽ കയറ്റരുത് എന്നുള്ളത് ഒരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണോ എന്ന് പരിശോധിച്ചു. അത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല എന്ന് മനസ്സിലായി. പിന്നെ ഇവിടെ നേരത്തെ സംസാരിച്ചപ്പോൾ കേട്ടു ആചാര്യന്മാർ. ഹിന്ദു മതത്തിലെ ആചാര്യൻ ആരാ? ഈഴവയുടെ ആചാര്യനാണോ നമ്പൂതിരിയുടെ ആചാര്യൻ? അയാളുടെ ആചാര്യനാണോ മറ്റു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ ആചാര്യന്മാർ? അപ്പോൾ ഈ ആചാര്യന്മാർ പോലും വ്യത്യസ്തരാണ്, അവർക്ക് അഭിപ്രായം വ്യത്യാസമാണ്. അപ്പോൾ ഒരു ടെക്സ്റ്റ് അല്ല ഹിന്ദുവിനുള്ളത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണം. ആചാര്യന്മാർ പറയണോ ഇങ്ങനെയൊക്കെ. നമ്മൾ ഇതൊരു പബ്ലിക്കായിട്ടുള്ള എൻട്രി ഉള്ള ഒരു സ്ഥലമായിട്ടാണ് ഈ വർഷിപ്പിനെ കണക്കാക്കുന്നതെങ്കിൽ അത് കൃത്യമായി തന്നെ എല്ലാവർക്കും എൻട്രി ഉള്ള സ്ഥലമാണ്. പിന്നെ ക്രമസമാധാന പ്രശ്നം ശരിയാണ്, ഇതൊരു സുവർണാവസരമായി കാണണമെന്നും കേരളത്തിലെ ജനങ്ങളെ ആ രീതിയിൽ ഒരു വർഗീയമായ രീതിയിലേക്ക് കൊണ്ടുവന്ന് റോട്ടിലിട്ട് വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുകയും അവിടെ കയറാൻ വന്ന സ്ത്രീകളെ ഓടിപ്പിക്കുകയൊക്കെ ചെയ്ത സംഗതി നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ ഗവൺമെൻറ് ഒരു ക്രമസമാധാന വിഷയം ഉണ്ടാവരുത്, അങ്ങനെ സുവർണാവസരം ആർക്കും നൽകേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. അത് വിവേകപൂർവ്വമുള്ളൊരു തീരുമാനമായിരുന്നു. പക്ഷെ അതിൻ്റെ അർത്ഥം ഗവൺമെന്റ് ഈക്വാലിറ്റിക്കെതിരെ നിൽക്കുമെന്നും അൺടച്ചബിലിറ്റിക്ക് അനുകൂലമായി നിൽക്കുമെന്നും അതുപോലെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണ് സ്ത്രീകൾ അമ്പലത്തിൽ കയറാതിരിക്കുന്നത് എന്ന് പറയുന്നു. ഇപ്പോ ശരി, വിവേകപൂർണമായ നിലപാട് സർക്കാർ തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്താണ് ഇതിന്റെ ഹിയറിംഗ് നടക്കുക. പക്ഷെ സർക്കാരിന് ഈ വിഷയത്തിൽ വളരെ ക്ലാരിറ്റി ഉള്ള നിലപാട് കോടതിയിൽ ഈ കേസ് വിവിധ വിഷയങ്ങൾ പരിഗണിക്കുന്ന വേളയിൽ പറയേണ്ടി വരില്ലേ? അപ്പോ മുമ്പ് പറഞ്ഞ ഇക്വാലിറ്റിക്ക് അല്ലെങ്കിൽ അൺടച്ചബിലിറ്റിക്ക് പറയണം. ആ നിലപാട് തന്നെ സർക്കാർ പറയുമെന്ന് ഉറപ്പുണ്ടോ? സർക്കാർ അങ്ങനെ പറയുമോ അതോ പിന്നോട്ട് പോകുമോ? ഇതാണല്ലോ നമ്മുടെ മുമ്പിലുള്ള വിഷയം. ഞാൻ മനസ്സിലാക്കുന്നത് സർക്കാർ പറയുമെന്ന് തന്നെയാണ്. പറയാതെ കേരളത്തിലെ ഇടതുപക്ഷത്തിന് നിലനിൽപ്പില്ല. കേരളത്തിലെ ഇടതുപക്ഷം നിലനിൽക്കണമെങ്കിൽ പുരോഗമന ആശയങ്ങളുടെ മുകളിലും സെക്യുലറിസത്തിന്റെ മുകളിലും ഈക്വാലിറ്റിയുടെ മുകളിലും ഒക്കെ നിന്നാൽ മാത്രമേ കേരളത്തിലെ ഇടതുപക്ഷത്തിനൊപ്പം പുരോഗമന ജനങ്ങളും പുരോഗമന പ്രസ്ഥാനങ്ങളും യൂത്തും നിലനിൽക്കാൻ പോകുന്നുള്ളൂ. വളരെ കുറച്ച് വരുന്ന ആളുകൾ, ആത്മീയ ആചാര്യന്മാരുടെ ആളുകൾ, സോക്കോൾഡ് ആത്മീയ ആചാര്യന്മാരുടെ ആളുകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വർഗീയ ധ്രുവീകരണം താല്പര്യമുള്ള ആളുകൾ ഇതിനൊരു വിഷയമാക്കി ഇതൊരു വലിയ ക്രമസമാധാന പ്രശ്നമാക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അതിന് ഗവൺമെന്റ് ജനങ്ങളെ കൊടുക്കില്ല, സ്ത്രീകളെ ഇട്ട് കൊടുക്കില്ല. പകരം വളരെ വിവേകപൂർവ്വം തന്നെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണലിസത്തിൻ്റെ ഈ പ്രത്യേകിച്ച് ഈ ട്രാൻസ്ഫോർമേറ്റീവ് കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന ഡോക്ട്രിൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ കേരള ഗവൺമെൻറ് നിൽക്കുമെന്നും അല്ലാത്ത പക്ഷം കഴിഞ്ഞ ഇതുവരെയുള്ള കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ സഹയാത്രികന്മാരിരുന്ന ആളുകളുടെ മുഴുവൻ പുരോഗമന ചിന്തകളെ റദ്ദാക്കുന്ന ഒരു നിലപാട് കേരള ഗവൺമെൻറ് കേവലം കുറച്ച് വർഗീയ ആളുകളുടെ വോട്ട് കിട്ടാൻ വേണ്ടി എടുക്കുമെന്നും ഞാൻ വിചാരിക്കുന്നില്ല. ശരി, 4 വോട്ടിന് വേണ്ടി നിലപാട് മാറ്റുന്നവരല്ല ഞങ്ങൾ എന്നുള്ളതാണ് പിണറായി വിജയന്റെ ഏറ്റവും വിഖ്യാതമായ ഒറ്റവരി. ശ്രീ രാഹുൽ ഈശ്വർ, പറഞ്ഞാൽ അച്ഛൻ അമ്മയെ കൊല്ലും, പറഞ്ഞില്ലെങ്കിൽ അച്ഛൻ പട്ടിയിറച്ചി തിന്നും എന്നൊരു പഴഞ്ചൊല്ലുണ്ട് മലയാളത്തിൽ. ഏറെക്കുറെ അത് നടക്കാൻ പോകുന്ന മട്ടാണ് ഞാൻ നോക്കുന്നത്. കാരണം ഇലക്ഷൻ കൂടി വരികയാണല്ലോ. അപ്പോൾ യുവതീ പ്രവേശനം വേണ്ട എന്ന നിലപാട് സർക്കാരിന് കോടതിയെ അറിയിക്കാൻ പറ്റുമോ? പറ്റുന്ന സാഹചര്യമുണ്ടോ? പറ്റിയ അവർക്ക് കൊള്ളാം, പറ്റിയില്ലെങ്കിൽ അവർക്ക് നഷ്ടം. ഞങ്ങൾ സാധാരണ വിശ്വാസികൾക്ക് അങ്ങനെ ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല. ഇതിൽ കൃത്യമായി അയ്യപ്പ വിശ്വാസികൾക്ക് 3 കാര്യങ്ങളാണ്, 3 നിലപാടുകളാണുള്ളത്. 1, ഞങ്ങളുടെ നെഞ്ചിൽ ചവിട്ടി മാത്രമേ യുവതികൾ ശബരിമലയിൽ കയറൂ. 2, ഞങ്ങളുടെ നെഞ്ചിൽ ചവിട്ടി മാത്രമേ ശബരിമല യുവതികൾ കയറൂ. 3, ഞങ്ങളുടെ നെഞ്ചിൽ ചവിട്ടി മാത്രമേ ശബരിമല യുവതികൾ കയറൂ. അവസാന അയ്യപ്പ വിശ്വാസി ജീവിച്ചിരിക്കുന്നത് വരെ ശബരിമലയിൽ ഒരു ഫെമിനിറ്റിയും ഒരു യുവതിയും നുഴഞ്ഞു കയറാൻ അനുവദിക്കില്ല. അതിന് യാതൊരു തർക്കവുമില്ല. ആരും അതിനുവേണ്ടി വെള്ളം വാങ്ങി വെക്കണ്ട. ഇനിയും ഞങ്ങൾ അയ്യപ്പ വിശ്വാസികൾക്ക് ഒരു പ്രത്യേക സന്തോഷം കൂടിയുണ്ട്. ഞങ്ങൾ അയ്യപ്പ വിശ്വാസികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാധ്യമപ്രവർത്തകൻ ശ്രീ അഭിലാഷാണ്. അഭിലാഷ് ഓർമ്മ കാണും, ഏകദേശം 7 വർഷങ്ങൾക്ക് മുമ്പ് അഭിലാഷിന്റെ പരിപാടിയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങളൊന്ന് സ്പാർക്ക് ചെയ്തത്. അഭിലാഷിനോട് ആ 30 സെക്കൻഡ് ചോദിച്ച് അഭിലാഷ് തന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ പ്രക്ഷോഭം ഈ രീതി വളരില്ലായിരുന്നു. അപ്പോൾ ശബരിമല വിശ്വാസികൾക്ക് ഈ കാര്യത്തിൽ വളരെ ക്ലാരിറ്റി ഉണ്ട്. കലികാലം തീരുന്നത് വരെ, സ്വാമി അയ്യപ്പൻ തീരുമാനിക്കുന്നത് വരെ, അല്ലെങ്കിൽ തീരുമാനിക്കില്ല, ശബരിമലയിൽ യുവതികൾ കയറില്ല എന്നുള്ളതാണ് ഒന്ന്. അതാണ് വിശ്വാസത്തിന്റെ വികാരത്തിന്റെ ഭാഷയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇനി ഭരണഘടനയുടെ ഭാഷയിൽ പറയാം. ആർട്ടിക്കിൾ 25 ഞങ്ങൾക്ക് ഇതിനുള്ള സ്വാതന്ത്ര്യം തരുന്നുണ്ട്. ഓർക്കേണ്ട കാര്യം, ശബരിമലയിൽ എല്ലാ വർഷവും ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് കയറുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ശബരിമലയിൽ എല്ലാ വർഷവും ലക്ഷക്കണക്കിന് സ്ത്രീകളാണ്. ഇത് എൻ്റെ മുത്തശ്ശിയാണ്. ശബരിമല പ്രക്ഷോഭത്തിൽ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ടത് മുത്തശ്ശിയെ ശബരിമലയിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ അമ്മയാണ് 2ാമത് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. 3ാമത് പ്രയാർ ഗോപാലകൃഷ്ണൻ സാറും 4ാമത് ഞാനുമാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഞങ്ങളടക്കം 7 ദിവസത്തോളം ആദ്യം നമ്മുടെ കായംകുളം ജയിലിലടക്കം, കൊട്ടാരക്കര ജയിലിലടക്കം പോയി കടന്നു. 3ഓ 4ഓ തവണ അറസ്റ്റ് ചെയ്തു. ഈ ആദ്യം അറസ്റ്റ് ചെയ്തതെല്ലാം സ്ത്രീകളെ തന്നെയാണ്. ഞങ്ങളുടെ ആദിവാസി അമ്മമാരാണ് അവിടെ ഈ ചില സോക്കോൾഡ് പുരോഗമന മാധ്യമങ്ങളിൽ നിന്ന്
യുവതികൾ വന്നിരുന്നു. അവരെ ബസിന്റെ മുമ്പിൽ അവിടുത്തെ മലയാളി വിഭാഗത്തിലെ ആദിവാസിയെ അമ്മമാർ നിന്നിട്ട് ആ യുവതികളെ അവിടെ നിന്ന് ഇറക്കാൻ ധൈര്യം കാണിച്ചത് ഹിന്ദു ഐക്യത്തിന്റെയും ഏറ്റവും വലിയ സിമ്പലാണ്. ഇനി തീർന്നില്ല, നമ്മുടെ മുസ്ലിം ക്രിസ്ത്യൻ സഹോദരങ്ങളും അതിശക്തമായ രീതിയിൽ വിശ്വാസികളായ ഞങ്ങളെ പിന്തുണച്ചു വന്ന കാഴ്ചയാണ് ഇന്ത്യ കണ്ടത്. ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിലെ സുവർണ ഏടുകളാൽ എഴുതപ്പെടേണ്ട നമ്മുടെ ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഒരു 5-അംഗ ബെഞ്ചിന്റെ വിധിന്യായം വിശ്വാസ പ്രക്ഷോഭത്തിലൂടെ മറികടന്ന സുവർണ ലിപികളാൽ എഴുതപ്പെടുന്നതാണ് ശബരിമല പ്രക്ഷോഭം. ആദ്യം എല്ലാ പാർട്ടിക്കാരും ഒന്ന് പകച്ചു നിന്നു. കാര്യം സുപ്രീം കോടതിയിൽ 5-അംഗ ബെഞ്ചിന്റെ വിധിയാണ്. പിന്നീട് ഹിന്ദു സമൂഹം, എല്ലാ സമൂഹങ്ങളും, NSS, RSS, ഹിന്ദു സമൂഹം, വ്യത്യസ്ത പാർട്ടികൾ, കോൺഗ്രസ്, BJP അടക്കമുള്ള എല്ലാ പാർട്ടികളും ഒരുമിച്ച് വന്നു. സാക്ഷാൽ പ്രധാനമന്ത്രി ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ വിധിന്യായത്തെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് വന്നു. ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ശ്രീ രാഹുൽ ഗാന്ധിക്ക് ആദ്യം ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, അദ്ദേഹം ആ തെറ്റിദ്ധാരണ മാറ്റി. ശ്രീ ശശി തരൂറിന് തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, അദ്ദേഹം ആ തെറ്റിദ്ധാരണ മാറ്റി. ഭരണഘടനയിൽ വേണുഗോപാൽ സാർ അടക്കമുള്ളവർ ശക്തമായി ഇത് വാദിക്കുകയും മുമ്പോട്ട് വരികയും ചെയ്തു. അതിൽ അഭിലാഷിനും ഒരു നന്ദിയുണ്ട്. ആ നന്ദി ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു. അപ്പോ യഥാർത്ഥത്തിൽ ശബരിമലയിൽ യാതൊരു പ്രശ്നവുമില്ല. അവിടെ യുവതികൾക്കൊരു പ്രായ നിയന്ത്രണമേ ഉള്ളൂ. ഇനി ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇനി നമ്മൾ ഓരോ മലയാളികളുടെയും അഭിമാനമാകാൻ പോകുന്നത് നമ്മുടെ സ്വന്തം സ്വാമി അയ്യപ്പൻ ആർട്ടിക്കിൾ 25 ദേവനാകാൻ പോവുകയാണ്. ആർട്ടിക്കിൾ 25, 26 എന്ന ഇന്ത്യയുടെ മൗലിക അവകാശങ്ങളുടെ ഭാഗമായ ഫണ്ടമെന്റൽ റൈറ്റ് ടു ഫെയ്ത്ത്, റൈറ്റ് ടു ബിലീവ് അയ്യപ്പ സ്വാമിയാൽ രക്ഷിക്കപ്പെടുകയും നിർവചിക്കപ്പെടുകയും ചെയ്യും. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, പാഴ്സി അടക്കമുള്ള ജനവിഭാഗങ്ങൾക്ക് അയ്യപ്പ സ്വാമിയുടെ ഒരു സുരക്ഷാ കവചം, സംരക്ഷണ കവചം കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിലെ ഏറ്റവും ഗോൾഡൻ മൊമെന്റ്സിൽ ഒന്നാണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത്. ശരി, എന്തായാലും കലിയുഗ വരദൻ കാനനവാസൻ എന്നൊക്കെ അയ്യപ്പനെ കേട്ടിട്ടുണ്ട്. ഇനി ആർട്ടിക്കിൾ 25 സംരക്ഷണം കൂടെ ആകുകയാണ്. അതിന് ഞങ്ങൾക്ക് അഭിമാനമേ ഉള്ളൂ. അല്ല, ഇനിയിപ്പോ അങ്ങനെ ഒരു ശരണം വിളി കൂടി വരുമോ എന്നുള്ളതേ അറിയാം. അല്ലേ, ഭരണഘടനയെ സംരക്ഷിക്കുന്ന അയ്യപ്പനാണ് സന്തോഷമാണ്. അഭിലാഷിന്റെ ചർച്ചയിൽ ഭരണഘടനയോ വിശ്വാസമാണെന്നാണ്. അങ്ങനെയല്ല, ഭരണഘടന നമുക്ക് തന്നിരിക്കുന്ന ആർട്ടിക്കിൾ 25 അനുവദിക്കുന്ന വിശ്വാസമാണ് ശബരിമല വിശ്വാസം. അത് ആർട്ടിക്കിൾ 25, 26 പ്രൊട്ടക്റ്റഡുമാണ്. ശരി, അഡ്വക്കേറ്റ് MR അഭിലാഷ്, കേരള ഹിന്ദു പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് റൂൾ, ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇവിടെ ഈ ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ ആ റൂളിലാണ് കോടതി മാറ്റം വരുത്തിയിട്ടുള്ളത്. അതിൽ അതങ്ങനെ തന്നെ നിൽക്കുകയാണല്ലോ ഇപ്പോഴും. ഈ 9-അംഗ ബെഞ്ച് പരിഗണിക്കുന്നത് വിശാലമായ കോൺസ്റ്റിറ്റ്യൂഷണൽ ക്വസ്റ്റ്യൻസ് ആണ്, 7 എണ്ണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആർട്ടിക്കിൾ 25 ബന്ധപ്പെട്ട, 26 ബന്ധപ്പെട്ട. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് കേരള ഹിന്ദു പ്ലേസ് ഓഫ് വർഷിപ്പ് റൂൾസിലേക്ക് കടക്കാതെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കോടതിക്ക് പറ്റുമോ? അങ്ങനെയാണെങ്കിൽ സർക്കാരിനൊരു സ്പേസ് കിട്ടുമോ അക്കാര്യം പറയാതിരിക്കാൻ? അതിലേക്ക് ഉള്ള പരാമർശം കുറച്ചൊക്കെ അനിവാര്യമാണ് ശ്രീ അഭിലാഷ്. കാരണം താങ്കളുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് തന്നെ ഞാൻ നേരത്തെ ശ്രീ പത്മനാഭൻ ഉയർത്തിയ ആ വിഷയം കൂടെ ഒന്ന് ബന്ധപ്പെടുത്തി ഞാൻ സംസാരിച്ചു കൊള്ളട്ടെ. ഈ 9-അംഗ ബെഞ്ചിൻ്റെ പരിഗണനയിൽ കിടക്കുന്ന കേസുകളിൽ ഭൂരിഭാഗവും ശബരിമല വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ 2 അഫിഡവിറ്റുകളാണ് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. 2015 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അഫിഡവിറ്റും അതിനു മുൻപ് 2007 അച്യുതാനന്ദൻ സർക്കാരിൻ്റെ അഫിഡവിറ്റും. അപ്പോൾ പിണറായി വിജയൻ സർക്കാരിൻ്റെ നിലപാട് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അഫിഡവിറ്റിനെ അല്ല റിലൈ ചെയ്യേണ്ടത്, അതിന് മുൻപ് കൊടുത്ത അച്യുതാനന്ദൻ സർക്കാരിൻ്റെ അഫിഡവിറ്റിനെയാണ് റിലൈ ചെയ്യേണ്ടതെന്നാണ്. അവരുടെ ആ നിലപാട് മാറ്റത്തെ കോടതി അംഗീകരിക്കുകയുണ്ടായി. ഞാൻ എന്തുകൊണ്ടാണ് ഈ പുതിയൊരു നിലപാടിനുള്ള സാധ്യത ഉണ്ട് എന്നും അത് നിയമപരമായി നിലനിൽക്കുന്നതാണ്, അതിനുള്ള സാധ്യതയുണ്ട്, കാര്യകാരണ സഹിതം അത് വ്യക്തമാക്കി കഴിഞ്ഞാൽ അത് കോടതി അത് അപ്രീഷിയേറ്റ് ചെയ്യുമെന്നും പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശബരിമലയിലെ സ്ത്രീ പ്രവേശം അല്ല ഇപ്പോൾ 9 ജഡ്ജ് ബെഞ്ചിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ഈ പെറ്റീഷൻസ് എല്ലാം അവിടെ പരിഗണനയിലാണ് താനും, അതെല്ലാമാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒറിജിനലി ശബരിമല വിധിയിൽ പരിഗണിക്കപ്പെട്ട് പരിശോധിക്കപ്പെടാത്ത വളരെ ഗൗരവകരമായ വിഷയങ്ങൾ, ഒരു ഉദാഹരണത്തിന് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറയുന്ന സംജ്ഞ, ആ സംജ്ഞ അതാണോ ആർട്ടിക്കിൾ 25 മൊറാലിറ്റി എന്നതിനെക്കുറിച്ചൊരു ചോദ്യം ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വിശാലമായിട്ടുള്ള ചോദ്യം ഉയരുമ്പോൾ സമൂഹത്തിലെ എല്ലാ മതവിഭാഗങ്ങളെയും ഒക്കെ സ്പർശിക്കുന്ന തരത്തിൽ ശിരൂർ മഠം കേസിലെ എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസസ് എന്ന് പറയുന്ന ഒരു സങ്കല്പനം, കോടതിക്ക് അത് എസൻഷ്യൽ ആണോ നോൺ എസൻഷ്യൽ ആണോ എന്ന് കോടതിക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കഴിയും. എസൻഷ്യൽ പ്രാക്ടീസസിൽ കോടതിക്ക് ഇടപെടാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ശിരൂർ മഠത്തിലെ വിധി വരെയും പുനഃപരിശോധിക്കപ്പെടുന്ന ഒരു സാഹചര്യം. അതുകൊണ്ടാണ് ഇത് 9-അംഗ ബെഞ്ചിലേക്ക് പോയത്. അങ്ങനെ വരുമ്പോൾ കോടതിയെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ സർക്കാരിന് ഈ ഉന്നയിക്കപ്പെട്ട ചോദ്യത്തിൻ്റെ വെളിച്ചത്തിൽ
അതിലെ അവരുടെ നിലപാടിൻ്റെ വെളിച്ചത്തിൽ നേരത്തെ എടുത്തിട്ടുള്ള 2 അഫിഡവിറ്റിൽ ഏത് അഫിഡവിറ്റിലാണ് റിലയൻസ് വെക്കേണ്ടതെന്നും എന്ന് മാത്രമല്ല അവരുടെ കാഴ്ചപ്പാടും പറയാൻ കഴിയും. ശ്രീ പത്മനാഭൻ, താങ്കൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇപ്പോൾ നമ്മളൊരു ഡിബേറ്റിൽ പങ്കെടുക്കുമ്പം ഫസ്റ്റ് പ്രിൻസിപ്പിൾസിലാണ് നമ്മൾ ചർച്ച നടത്തേണ്ടത്. കാരണം ഫോൾസിഫയബിൾ അല്ലാത്തത് പ്രൊപ്പോസിഷൻസ് നമ്മളൊരു ഡിബേറ്റിൽ വെക്കരുത്. താങ്കൾ ആരോ അഭിഭാഷകനുമായിട്ട് ചർച്ച ചെയ്തു, അദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ല. യു ആർ ഹൈലി കോമ്പിറ്റൻറ്റ്. ഞാൻ താങ്കളുടെ ചർച്ചകൾ കേട്ടിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ട് ന്യായവാദങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള അറിവും അങ്ങേക്കുണ്ട്. ഈ അഫിഡവിറ്റ് ക്രിമിനൽ സൈഡിൽ ട്രയൽ കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നു, സെഷൻസ് കോർട്ടിലും പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് താങ്കളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ എവിഡൻസ് അഫിഡവിറ്റ് നമുക്ക് മാറ്റാൻ കഴിയില്ല. പക്ഷേ ഒരു പബ്ലിക് ലോയുമായി ബന്ധപ്പെട്ട് ഒരു കേസ് തീരുമാനിച്ചതിന് ശേഷം ലാർജർ ബെഞ്ചിൽ അതേ വിധിയിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് കോടതി 9 ജഡ്ജ് ബെഞ്ചിലേക്ക് റെഫർ ചെയ്യുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം പറയുന്ന വേളയിൽ അതിലൊരു നിലപാടെടുക്കുവാനും ഒരു സർക്കാരിന് പൂർണ്ണമായിട്ടും അങ്ങനൊരു നിലപാട് അറിയിക്കുവാനുള്ള അവകാശമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്ന് മാത്രമല്ല, പണ്ഡിത വരേണ്യനായിട്ടുള്ള ജയദീപ് ഗുപ്ത എന്ന് പറയുന്ന സുപ്രീം കോടതിയിലെ ഏറ്റവും പരിചയം ഉള്ള എക്സ്പീരിയൻസ് ഉള്ള സീനിയർ അഡ്വക്കേറ്റ്, ഇന്ന് ബംഗാളിയാണ് അദ്ദേഹം, ഇന്ന് സർക്കാരിൻ്റെ ഇൻസ്ട്രക്ഷനിൽ കേരള സർക്കാരിന് വേണ്ടി വളരെ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ലോയേഴ്സാണ്. അബദ്ധത്തിലൊന്നും വന്നതൊന്നുമല്ല. കോടതിയെ അസിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഇഫക്റ്റീവായിട്ട് സർക്കാരിൻ്റെ താല്പര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് ബോധ്യമുള്ള ശ്രീ നിഷേ രാജൻ ശങ്കറാണ് കേരളത്തിന് വേണ്ടി അപ്പിയർ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഇൻസ്ട്രക്ഷനിൽ ശ്രീ ജയദീപ് ഗുപ്ത കോടതിയിൽ പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പക്ഷേ സ്റ്റേറ്റിൻ്റെ നിലപാട് മാറേണ്ടി വരും എന്നാണ് പറഞ്ഞത്. ഇതുവരെ ഞങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുകയായിരുന്നു, റിവ്യൂ ഹർജികളെ ഒപ്പോസ് ചെയ്യുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം ജയദീപ് ഗുപ്തയെയും താങ്കൾ നള്ളിഫൈ ചെയ്തിരിക്കുകയാണ്. അപ്പം നിലപാടുകൾ പറയുവാൻ ഒരു ലാർജർ പബ്ലിക് ലോയിൽ നിലപാടുകൾ മാറ്റാനും പുതിയ ചോദ്യങ്ങളുടെ വെളിച്ചത്തിൽ നിലപാട് മാറ്റമുണ്ടെങ്കിൽ അത് പറയുവാനും ഉള്ള ഒരു സർക്കാരിൻ്റെ അവകാശത്തെ നാം അത്തരത്തിൽ റദ്ദ് ചെയ്ത് സംസാരിക്കരുത്. പിന്നെ ഈ അഭിഭാഷക വൃത്തിയിൽ വീഞ്ഞു പോലെ അല്ലല്ലോ ശ്രീ പത്മനാഭൻ. ഒരാ വ്യക്തിയുടെ അറിവും അത് പ്രപ്പോസ് ചെയ്യുന്ന രീതിയും അതിൻ്റെ ദൃഢതയുമല്ലേ കോടതികൾ പരിശോധിക്കുന്നത്. അല്ലെങ്കിൽ 90 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു ലോയർ വന്ന് പറയുന്ന സബ്മിഷൻസിനെ 25 വയസ്സ് പ്രായമുള്ളൊരു യുവ അഭിഭാഷകനെ ഗണ്ണിക്കാൻ കഴിയുകയില്ലല്ലോ. നമുക്ക് ഫസ്റ്റ് പ്രിൻസിപ്പിൾസിൽ ഡിബേറ്റ് ചെയ്യാം. ശ്രീ പത്മനാഭൻ, അങ്ങേക്കും ഫസ്റ്റ് പ്രിൻസിപ്പിൾസിൽ ചർച്ച ചെയ്യുവാൻ യു ആർ ഓൾസോ ഈക്വലി കോമ്പീറ്റൻറ്റ്. അപ്പം ചർച്ചയിൽ ഫോൾസിഫയബിൾ അല്ലാത്ത പ്രൊപ്പോസിഷൻസ് അങ്ങ് പറയാതെ ഇരിക്കുക. പിന്നെ ശ്രീ അഭിലാഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ താങ്കൾ ചോദിച്ചതുപോലെ ഈ കേസുകളെല്ലാം സുപ്രീം കോടതിയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടാണ്. ആ കേസുകളുടെ വെളിച്ചത്തിലാണ് വിശാല ബെഞ്ച് ഈ 7 ചോദ്യങ്ങൾ പരിശോധിക്കുന്നത്. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി അല്ല ആർട്ടിക്കിൾ 25 മൊറാലിറ്റി എന്നത്, അല്ലെങ്കിൽ അതായിരിക്കണമോ അതല്ലായിരിക്കണമോ എന്നൊരു വിഷയം ഇതിനു മുമ്പ് സെറ്റിൽ ചെയ്യാത്ത ലോ ആയതുകൊണ്ടാണ് അത് 9 ജഡ്ജ് ബെഞ്ചിലേക്ക് റെഫർ ചെയ്തിട്ടുള്ളത്. അതുപോലെ എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസസ് ഏത് പരിധി വരെ ഇടപെടാൻ കഴിയും. ഈ 7 ഭരണഘടനാ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത് സെറ്റിൽ ചെയ്തതിന് ശേഷമായിരിക്കുമോ ഈ റിവ്യൂ ഹർജികൾ, അതായത് കേരള ഹിന്ദു പ്ലേസ് ഓഫ് വർഷിപ്പ് റൂൾസ് മാറ്റിയതടക്കമുള്ള അതിലെ ഒരു വകുപ്പ് സ്ട്രക്ക് ഡൗൺ ചെയ്തതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക? തീർച്ചയായിട്ടും ഈ 9 അംഗ ബെഞ്ചിൻ്റെ തീരുമാനമെന്ന് പറയുന്നത് ഭരണഘടനയുടെ 141 വകുപ്പ് പ്രകാരം 5 അംഗ ബെഞ്ചിൻ്റെ റിവ്യൂ ഹർജി പരിഗണനയെ ബന്ധിതമാക്കുന്നതാണ്. അതായത് സുപ്രീം കോടതി തന്നെ അതിൻ്റെ വിശാല ബെഞ്ചുകളുടെ തീരുമാനങ്ങളാൽ, ആ നിയമതത്വങ്ങളാൽ 5 അംഗ ബെഞ്ചും അതിൽ താഴെയുള്ള ബെഞ്ചുകളുമെല്ലാം ബന്ധിതമാണ് എന്നതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങളിൽ എടുക്കുന്ന തീരുമാനത്തോടുകൂടി തന്നെ റിവ്യൂ ഹർജിയുടെ തീരുമാനത്തിൻ്റെ ദിശ നമുക്ക് ഏതാണ്ടൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് റിവ്യൂ ഹർജി പെൻഡിങ് ആയിട്ട് വെച്ചിട്ട് ഈ 7 ക്വസ്റ്റ്യൻസ് ലാർജർ ബെഞ്ചിൻ്റെ പരിഗണനയിലേക്ക് വിട്ടത്. ശരി, ശ്രീ അഡ്വക്കേറ്റ് വി.പി. ശ്രീപത്മനാഭൻ, 2019 ജനുവരി 3 ശേഷം മെൻസ്ട്രുവേറ്റിംഗ് ഏജിലുള്ള ഒരു സ്ത്രീയും ശബരിമല സന്നിധാനത്ത് പോയിട്ടില്ല. അവിടെ യാതൊരു ക്രമസമാധാന പ്രശ്നവും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 7 വർഷമായിട്ട് സ്വച്ഛന്തമായി അവിടെ തീർത്ഥാടനം നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ തുടരട്ടെ എന്നുള്ളതായിരിക്കും ഗവൺമെന്റിന്റെയും താല്പര്യമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ ആർക്കും ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടാവില്ലല്ലോ. അതല്ലാതെ സർക്കാർ എന്തെങ്കിലും ഒരു നിലപാടെടുക്കണം, എന്നാലേ രാഷ്ട്രീയമായി ഞങ്ങൾക്ക് മെച്ചമുള്ളൂ എന്ന താല്പര്യമുണ്ടോ? അല്ല, ഇവിടെ തെറ്റുപറ്റിയത് ഗവൺമെൻറ്റിനല്ല. പ്രാഥമികമായി തെറ്റുപറ്റിയത് 5 അംഗ ബെഞ്ചിനാണ്.
അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. 7 അംഗ ബെഞ്ചിൻ്റെ വിധി അവിടെയുണ്ട് 1954 ഷിരൂർ മഠ കേസിൽ. അതിലത്തെ 2 ലൈന് ഞാൻ വായിക്കാം. ദി കോർട്ട് ഹെൽഡ് ദാറ്റ് ആർട്ടിക്കിൾ 25 and 26 കവർ നോട്ട് ഓൺലി റിച്വൽസ് but also practices regarded as integral to the religion by community itself. The state cannot interfere with practices that are essential and integral to a religion. ഒരു അതേസമയത്ത് മഠത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ എക്സിക്യൂട്ടീവ് ഓഫീസർക്കുള്ള അധികാരം ആ കേസിൽ റദ്ദാക്കിയിട്ടുണ്ട്. എന്നാൽ ആചാരങ്ങളിൽ ഇടപെടരുത്. കാരണം ആചാരങ്ങൾ ഭാഗമാവുമ്പോൾ അതിൻ്റെ ഒരു സത്വത്തിൻ്റെ ഭാഗമാണ്. നൈഷ്ഠിക ബ്രഹ്മചാരിയായ സങ്കല്പത്തിലാണ് അയ്യപ്പസ്വാമി അവിടെ ഇരിക്കുന്നത്. അത് കൊളത്തൂർ പുഴയിലെ ബാലകനല്ലല്ലോ, ഇത് നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ട് അവിടെ ഇരിക്കുന്ന അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് ഒരു പ്രത്യേക പ്രായപരിധിക്കുള്ളിലുള്ള സ്ത്രീകൾ പോകരുത് എന്നുള്ളത് അവിടുത്തെ ഒരു ആചാരത്തിന്റെ ഭാഗമാണ്. അത് അവിടുത്തെ അതെ ഉണ്ടല്ലോ. അതായത് അവിടുത്തെ ആചാരങ്ങൾ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസിന്റെ ഭാഗമാണെന്ന് 7 അംഗ ബെഞ്ച് പറഞ്ഞാൽ പിന്നെ 5 അംഗ ബെഞ്ച് അതിൻ്റെ അപ്പുറം പോവുക ആണോ? അതെങ്ങനെയാ പോവുക? അവിടെ തന്നെ ഇത് റിവ്യൂ ചെയ്യാനുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനം അതാണ്. ഇത് ഷിരൂർ മഠക്കേസിലെ വിധിക്ക് എതിരാണെന്നുള്ളതാണ്. അതുകൊണ്ടാണ് റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ അതിലും വലിയ ബെഞ്ച് 9 അംഗ ബെഞ്ച് അതുകൊണ്ടാണ് ഉണ്ടാക്കിയത്. ഷിരൂർ മഠക്കേസ് 7 അംഗ ബെഞ്ച് ആയതുകൊണ്ടാണ് ഇത് 9 അംഗ ബെഞ്ചായത്. അപ്പോൾ ഇതൊക്കെ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിൽ സൃഷ്ടിച്ചതിൽ അന്നത്തെ ആ 5 അംഗ ബെഞ്ചിനും ഉത്തരവാദിത്തമുണ്ട്. അവർക്കൊന്നും കൈയൊഴിയാൻ പറ്റൂല. അവർ കോടതിയായി പോയി എന്ന് പറഞ്ഞിട്ടൊന്നും വിമർശന വിധേയരാകാണ്ടിരിക്കുന്നില്ല. കോടതികളെയൊക്കെ ബോണോഫൈഡ് ഇൻറ്റൻഷൻ വെച്ച് വിമർശിക്കാം. നിങ്ങൾ മാലിഫൈഡ്നെസ് അട്രിബ്യൂട്ട് ചെയ്യേണ്ടതെന്നല്ലേ ഉള്ളൂ. അപ്പോൾ അവിടെ ഗുരുതരമായ തെറ്റ് പറ്റിയിട്ടുണ്ട്. അത് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഷിരൂർ കേസിലെ വിധിക്ക് തത്വങ്ങൾക്കെതിരാണ് 5 അംഗ ബെഞ്ച് പറഞ്ഞത്. കാരണം 7 അംഗ ബെഞ്ചിന്റെ വിധിക്ക് തത്വങ്ങൾക്കെതിരായി പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് 9 അംഗ ബെഞ്ച് രൂപീകരിച്ചത്. ഇനി ഏതായാലും കോടതി തീരുമാനിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് ഇത് നിയമപ്രകാരം തന്നെ തെറ്റാണ്. ഈ വിധി നിയമപ്രകാരം തന്നെ അന്ന് നിലനിൽക്കുന്ന നിയമപ്രകാരം തെറ്റാ. ഇനി 9 അംഗ ബെഞ്ച് മാറ്റി പറഞ്ഞാൽ പിന്നെ ഒന്നും പറയാനില്ല. പക്ഷെ അന്ന് നിലനിൽക്കുന്ന 7 അംഗ ബെഞ്ചിന്റെ വിധിയുടെ സങ്കല്പങ്ങൾക്കും തത്വങ്ങൾക്കും എതിരാണ്. അപ്പൊ അതുകൊണ്ട് അത് തെറ്റാണ്. ആ വിധി അത് റിവ്യൂ ചെയ്യപ്പെടണമെന്ന് അതുകൊണ്ടാണ് തീരുമാനിക്കപ്പെട്ടത്. പിന്നെ ക്രമസമാധാന പ്രശ്നം അതൊക്കെ ഇവരുണ്ടാക്കിയതല്ലേ. ഞാൻ ചോദിക്കട്ടെ, ഈ ആക്ടിവിസ്റ്റുകളെ കയറ്റി അങ്ങോട്ട് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്ത് തമിഴ്നാട്ടിൽ മനീതി സംഘം, ഞാനൊരു സംഭവം പറയാം, മനീതി സംഘം വരുന്നുണ്ട്, അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്നൊരു പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനോട്. അയാൾ പറഞ്ഞു എൻ്റെ പണി അതല്ല, അതുകൊണ്ട് വേറെ ആളെ നോക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനോട് വിളിച്ച് മനീതി സംഘം വരുന്നുണ്ട്, അതൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. എല്ലാ അരുതാത്തതും നടന്നിട്ടുണ്ട്. ചെയ്തവരാണ് ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കി. ശരി, അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, നമുക്ക് 4-1 എന്ന നിലയിൽ 2018 വന്ന വിധി ഓർമ്മയുണ്ടല്ലോ. അന്ന് ആ ബെഞ്ചിലെ ഏക വനിതാ ജഡ്ജിയാണ് വിയോജന ജഡ്ജ്മെന്റ് എഴുതിയത്. അന്ന് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ വിധി സമത്വത്തെ സംബന്ധിച്ച് ഒരു വലിയ എന്താ പറയുക ഒരു അവകാശ പ്രഖ്യാപനം പോലെ, മാഗ്ന കാർട്ട പോലെ വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു. ആ കാലത്ത് അതിൻ്റെ പൂർണ്ണ രൂപമടക്കം ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തതാണ്. ആ കാലത്തെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയിൽ നിന്ന് ഒരു പിന്മടക്കമോ അല്ലെങ്കിൽ മുന്നോട്ട് പോക്കോ ഇതുണ്ടാവും, അല്ലെങ്കിൽ ഇതുണ്ടാവുന്നുണ്ട് എന്ന് വേണോ വിചാരിക്കാൻ? ഇപ്പോൾ 9 അംഗ ബെഞ്ച് പരിഗണിക്കുമ്പോൾ അന്ന് നിന്ന ആ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷനിലായിരിക്കും ഇനി എന്ന് കരുതാൻ കഴിയുമോ? കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റി എഴുതിയിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏറ്റവും വലിയ പ്രത്യേകത ഈക്വാളിറ്റി ഡിറ്റർമിൻ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഈ ഡിനോമിനേഷൻ തീരുമാനിക്കണം. വിമൺ എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് ആണോ? ഒരു ക്ലാസ്സിന് വേണ്ടി പ്രത്യേകമായിട്ട് ഒരു കാര്യം തീരുമാനിക്കാൻ പറ്റുമോ? ഒരു റിലീജിയസ് ഡിനോമിനേഷനിൽ വരുമോ വിമൺ? അതൊരു വലിയ ചോദ്യമല്ലേ. പിന്നെ മറ്റേ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി പറഞ്ഞു. ഒരു കൂട്ടം മനുഷ്യരെ അൺടച്ചബിൾ ആണ് എന്ന് പ്രഖ്യാപിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയിൽ പെടുമോ? ഏതെങ്കിലും റിലീജിയസ് മൊറാലിറ്റിയിൽ പെടുമോ സ്ത്രീകളെ അൺടച്ചബിൾ ആണെന്ന് പ്രഖ്യാപിക്കണ കാര്യം? അപ്പോൾ ഇതൊക്കെ ആണ് നമ്മളുടെ ചോദ്യങ്ങളായിട്ട് ഇനി മുന്നോട്ട് വരുന്ന കാര്യങ്ങൾ. എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് സ്ത്രീകളെ മാറ്റി നിർത്തിയാൽ മാത്രമാണോ അയ്യപ്പൻ്റെ അമ്പലത്തിൽ വിശ്വാസം ഉണ്ടാകുന്നത്? സ്ത്രീകൾ അവിടെ കയറി തൊഴുതു കഴിഞ്ഞാൽ, ഇതിനു മുൻപ് സ്ത്രീകൾ കയറിയിട്ടുണ്ടോ ഇല്ലയോ, ഇത്ര കാര്യങ്ങൾ. അതായത് ഇതിൽ എത്രത്തോളം ഭരണഘടനാ കാര്യങ്ങളിൽ ഭരണഘടനയ്ക്ക് അല്ലെങ്കിൽ എന്താ പറയുക ജുഡീഷ്യറിക്ക് ഭരണഘടന വ്യാഖ്യാനിച്ചുകൊണ്ട് റിലീജിയസ് കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റും? വലിയൊരു ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ റിലീജിയസ് കാര്യം എന്ന് പറയുന്ന കാര്യങ്ങളായിട്ടുള്ള ഗരുഡൻ തൂക്കത്തിൽ ഇടപെട്ടു,
അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളുടെ നേരെ നടത്തുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതിൻ്റെ കാര്യങ്ങളിൽ ഇടപെട്ടു. അതുപോലെ തന്നെ വളരെ കൃത്യമായി തന്നെ സതി റിലീജിയസ് കാര്യമാണ്, അതിൽ ഇടപെട്ടു. അങ്ങനെ എത്ര കാര്യങ്ങളിൽ കൃത്യമായി തന്നെ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. മൊറാലിറ്റി, ഹെൽത്ത്, ഈ രണ്ട് ഗ്രൗണ്ട്സ് ഉണ്ടല്ലോ. ഈ പബ്ലിക് ഓർഡർ, മൊറാലിറ്റി, ഹെൽത്ത്, ഇത്തരം കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ എന്ത് ബന്ധമാണ് സാങ്ഷൻ ചെയ്യുന്നില്ല, അത് പ്രാക്ടീസ്. പക്ഷെ ഹിന്ദു സ്ത്രീകൾ മാത്രമാണ് സതി അനുഷ്ഠിച്ചിരുന്നത്. അത് റിലീജിയസ് റീഫോർമേറ്റീവ് ആയിട്ട് അത് കൊണ്ടുവന്ന സമയത്ത് റിലീജിയന്റെ അകത്ത് നിൽക്കുന്ന വാദം പൂർത്തീകരിക്കട്ടെ, ഞാൻ സമയം തരാം. പറയും. ഓക്കെ, ഞാൻ പറഞ്ഞു വന്ന സംഗതി വളരെ ക്ലിയർ ആണ്. ഏതൊക്കെ രീതിയിലാണോ മനുഷ്യരുടെ നേരെ അതിക്രമം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കാര്യങ്ങളിലെല്ലാം തന്നെ ഇടപെടും. അത് നിങ്ങൾ മതം ഉപയോഗിച്ചുകൊണ്ടാണോ, നിങ്ങൾ മറ്റ് ഏതെങ്കിലും സംഗതിയിൽ ഉപയോഗിച്ചുകൊണ്ടാണോ ഇതിൽ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ കാര്യങ്ങളിൽ വളരെ കൃത്യമായി തന്നെ ഭരണഘടന ഉപയോഗിച്ചുകൊണ്ട് ഇടപെടാൻ സാധിക്കും. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന സംഗതി ആദ്യമായി പറയുന്നത് അംബേദ്കർ ആണ്. അത് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഡിബേറ്റ് എടുത്ത് വായിക്കുമ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവാൻ സാധിക്കും. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്? മനുഷ്യന് ഗുണകരമായ രീതിയിലല്ലേ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്? ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണലിസം കൊണ്ടുവന്നിട്ടുള്ള എത്ര സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ 25ഉം 26ഉം വെച്ച് നോക്കുമ്പോൾ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 14 അത് സാങ്ക്രോസാങ്ക്റ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ? അതിന് എന്തെങ്കിലും പരിമിതി ഉണ്ടോ? എന്നാൽ അതേസമയം തന്നെ റിലീജിയസ് ആയിട്ടുള്ള അവകാശങ്ങൾക്ക് വളരെ കൃത്യമായ പരിമിതിയുണ്ട്, ലിമിറ്റേഷൻ. നേരത്തെ പബ്ലിക് മൊറാലിറ്റി പറഞ്ഞു, അതുപോലെ തന്നെ കൃത്യമായി തന്നെ നമ്മുടെ ഹെൽത്ത് പറഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ കൃത്യമായ ലിമിറ്റേഷൻ വെച്ചുകൊണ്ടാണ്. എന്താണ് നമ്മൾ ലിമിറ്റേഷൻ വെക്കുന്നത്? ഈക്വാലിറ്റിയുടെ മുകളിൽ നോ ഡിസ്ക്രിമിനേഷൻ എന്ന കാര്യം മാത്രമേ നമുക്ക് കൃത്യമായിട്ട് അതിൽ പറയാൻ സാധിക്കുള്ളൂ. പ്രൊഹിബിഷൻ ഓഫ് അൺടച്ചബിലിറ്റിയെ പറ്റി പറയുന്നു, അത് കൃത്യമായി ഭരണഘടന പ്രൊഹിബിറ്റ് ചെയ്ത കാര്യമാണ്. ശരി ശരി. അല്ല രാഹുൽ ഈശ്വർ നോക്കൂ, ഇതിപ്പോ 9 അംഗ ബെഞ്ച്, ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ബെഞ്ച് ഈ വിഷയങ്ങളൊക്കെ പരിഗണിക്കട്ടെ. What is the scope and extent of judicial review with regard to religious practice as referred to in Article 25 in Constitution of India? What is the scope and extent of the word morality under Article 25 and 26 of the Constitution of India, and whether it is meant to include constitutional morality? ഇതൊക്കെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ക്വസ്റ്റ്യൻ ആയിട്ട് കോടതി പരിഗണിക്കല്ലേ? വരട്ടെ. അഭിലാഷ്, രണ്ടേ വരികയേ ഉള്ളൂ. ആദ്യം ശ്രീപത്മനാഭൻജി അദ്ദേഹത്തിന് ഒരു സാഷ്ടാംഗ പ്രണാമം അർപ്പിക്കുന്നു. വളരെ കുറച്ച് രാഷ്ട്രീയ നേതാക്കൾക്ക് സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ചിന്റെ വിധി തെറ്റാണ് എന്ന് പറയാൻ ധൈര്യം കാണിച്ചിട്ടുള്ളൂ. അതിലിപ്പം ഞാൻ കേട്ട ശ്രീപത്മനാഭന്റെ വാക്കുകൾക്ക് ഒരു സാധാരണ അയ്യപ്പ വിശ്വാസി എന്ന നിലയിൽ അദ്ദേഹത്തിന് സാഷ്ടാംഗ പ്രണാമം അർപ്പിക്കുന്നു. ആ ധൈര്യത്തോടെ രാഷ്ട്രീയത്തിനപ്പുറമായിട്ട് നമ്മൾ പറയണം, ആ 5 അംഗ ബെഞ്ചിന്റെ വിധിന്യായം തെറ്റാണ്, യാതൊരു സംശയവും ഇല്ല. അത് ആദ്യമായിട്ട് ഞാൻ അഭിലാഷിന്റെ ചർച്ചയിലാണ് പറഞ്ഞത്. അത് ഇപ്പോഴും ഇരിപ്പുണ്ട്. അത് ഇനിയും വീട്ടിൽ പറഞ്ഞാൽ കോടതി ഇലക്ഷൻ ആവുന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇനി 2, ഒരു ബന്ധവുമില്ലാത്ത, ഒരു വരി കൂടെ എടുക്കുള്ളൂ, ഒരു ബന്ധവുമില്ലാത്ത വിഷയങ്ങളാണ് കൊണ്ടിരുന്നത്. സതി, അൺടച്ചബിലിറ്റി, അതിന് കൃത്യമായി നമ്മളല്ല, ഹൈക്കോടതി 1991 മറുപടി പറഞ്ഞിട്ടുണ്ട്. എസ് മഹേന്ദ്രൻ വേഴ്സസ് ട്രാവൻകൂർ ദേവസ്വം ബോർഡ്. അതിൽ കേരള ഹൈക്കോടതി പറയുന്നു, ശബരിമലയിൽ ചരിത്രാതീതമായ കാലം മുതൽ അൺടച്ചബിലിറ്റി നിലനിന്നിരുന്നില്ല, ജാതീയത ഉണ്ടായിരുന്നില്ല, വർഗീയത ഉണ്ടായിരുന്നില്ല. ശബരിമലയിൽ എല്ലാ സമുദായങ്ങളെയും ചേർത്ത് നിർത്തുമായിരുന്നു. ഓർക്കണം, 1991 നമ്മുടെ ഹൈക്കോടതി പറയുകയാണ്, ഹിന്ദുക്കളിലെ ചില വിഭാഗങ്ങളെ ചില അമ്പലങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്ന കാലത്ത് പോലും ശബരിമലയിൽ എല്ലാ സമുദായങ്ങളെയും ഒരുമിച്ച് നിർത്തിയിരുന്നു, എല്ലാ മതവിഭാഗങ്ങളെയും ഒരുമിച്ച് നിർത്തിയിരുന്നു. ഇത് ഹൈക്കോടതിയുടെ വെർഡിക്റ്റ് ആണ്. ശബരിമലയിൽ ഒരു പ്രായ നിയന്ത്രണമുണ്ട്. സ്ത്രീകൾക്ക് എവിടെയാ വിവേചനം? ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് ശബരിമലയിൽ വരുന്നത്, 10 താഴെയും 50 വയസ്സിന് മേളിലും. ഈ വിഷയം മറച്ചുവെച്ച്, ബോധപൂർവം മറച്ചുവെച്ച്, ഇതൊരു ഏജ് റെഗുലേഷന്റെ ക്വസ്റ്റ്യൻ ആണെന്നുള്ള വിഷയം മറച്ചുവെച്ച് ഇവർ ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് ചിന്താധാരയുടെ ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. മാതൃഭൂമിയുടെ തലക്കെട്ട് പോലും എന്താ? വിശ്വാസമോ ഭരണഘടനയോ? അങ്ങനെയല്ല, ഭരണഘടന അനുവദിക്കുന്ന വിശ്വാസമാണിത്. ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന എന്ന പവിത്രമായ കാര്യം നമുക്ക് നൽകുന്ന ആർട്ടിക്കിൾ 25ഉം 26ഉം പ്രൊട്ടക്ട് ചെയ്യുന്ന ലെജിറ്റിമേറ്റ് ആയിട്ടൊരു ബിലീഫ് സിസ്റ്റമാണ്. ഇതിന്റെ അടിസ്ഥാനം നേരത്തെ ശ്രീ രാജേഷ് പറഞ്ഞ പോലെ, നേരത്തെ ശ്രീ അഭിലാഷ് പറഞ്ഞതുപോലെ നൈഷ്ഠിക ബ്രഹ്മചര്യം എന്ന DT കോൺസെപ്റ്റ് ആണ്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ഇരിക്കുമ്പോൾ ഇതൊക്കെ മറച്ചു വെച്ച് തീവ്ര ഫെമിനിസ്റ്റ് വാദഗതി ഇതിലേക്ക് കുത്തിക്കയറ്റാനാണ് ചില ആൾക്കാർ നോക്കിയത്. അവർക്കാണ് തിരിച്ചടി കിട്ടിയത്. കോടതി എന്താണ് തീരുമാനിക്കുന്നത് നോക്കാം. ശ്രീ RV രാജേഷ്, ഇപ്പോൾ ഒരു നിയമവിഷയം മാത്രമല്ല, തെരഞ്ഞെടുപ്പ് വിഷയം കൂടിയാണ്. തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയാണ് ഒരു പ്രധാനപ്പെട്ട വിഷയമായി നിൽക്കുന്നത്. ഏപ്രിൽ മാസത്തിൽ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നടക്കുമ്പോൾ
യുവതീ പ്രവേശന വിഷയമായിരിക്കുമോ മുഖ്യ വിഷയം? അതിനുള്ള സാധ്യത തെളിയുന്നു. അല്ല, ഇതൊരു രാഷ്ട്രീയ വിഷയമായി തന്നെ ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടണം. അത് വിശ്വാസികളുടെ പ്രശ്നങ്ങൾ, അതോടൊപ്പം പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ, ജനങ്ങളുടെ ജീവ പ്രശ്നങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന പോലെ അത് ഒരുപക്ഷെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യും. പക്ഷേ ഇവിടെ ശ്രീ അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ പറഞ്ഞ എന്താണ്, ആചാരങ്ങളും അനാചാരങ്ങളും ഒരുപോലെയാണോ കാണുന്നത്? ആചാരങ്ങൾ വേറെ, അനാചാരങ്ങൾ വേറെ. ഇവിടെ സതി അനാചാരമാണ്, അതല്ലെങ്കിൽ അൺടച്ചബിലിറ്റി അനാചാരമാണ്. അതുപോലെയാണോ ആചാരങ്ങൾ? ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണം, അനാചാരങ്ങൾ എതിർക്കപ്പെടേണ്ടതാണ്. ഇവിടെ രണ്ടും ഒരുമിച്ച് കൂട്ടിക്കൊഴിച്ചത് കമ്മ്യൂണിസ്റ്റ് നിലപാടാണ്, ഇടതുപക്ഷ നിലപാടാണ്, വിശ്വാസികളുടെ നിലപാടിനാണ് പ്രാധാന്യം. അല്ലാതെ കമ്മ്യൂണിസ്റ്റ് നിലപാട് എന്താണ്? കമ്മ്യൂണിസ്റ്റ് നിലപാടില്ല, അവിടെ കമ്മ്യൂണിസ്റ്റ് പക്ഷമില്ല, അവിടെ വിശ്വാസികളുടെ പക്ഷമാണ്. ഇവിടെ ആർട്ടിക്കൽ ഈ ഹിന്ദു വർഷിപ്പ് ആക്ടിലെ 3B റദ്ദാക്കിക്കൊണ്ട് സുപ്രീം കോടതി വിധി ഉണ്ടായി. അതിനുശേഷം എത്ര വിശ്വാസികൾ അവിടേക്ക് പോയി, അല്ലെങ്കിൽ എത്ര സ്ത്രീകൾ, ഈ പ്രായപരിധിയിൽ എത്ര ആളുകൾ പോയി? കാരണം വിശ്വാസികൾക്ക് അതിൽ താല്പര്യമില്ല. വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടുക, അല്ലെങ്കിൽ ആരാധനയിൽ, അല്ലെങ്കിൽ ഈ വിശ്വാസത്തിൽ താല്പര്യമുള്ള ആളുകളുടെ ശബരിമലയിൽ മണിക്കൂറിൽ കേരളത്തിൽ ഒരു പ്രമുഖയായ വനിതാ കോൺഗ്രസ് നേതാവിനോട് ഇതുപോലെ ചർച്ചയിൽ പറഞ്ഞപ്പോൾ പോകുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പോവാൻ കാത്തിരിക്കുകയായിരുന്നു, പോവും എന്നാണ് പറഞ്ഞത്. ഒരുപാട് വിശ്വാസികൾക്ക്, വനിതകൾക്ക് അങ്ങോട്ട് പോകാൻ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ കലാപ കലുഷിതമായ അന്തരീക്ഷത്തിൽ നെയ്ത്തക്ക കൊണ്ട് ഏറുകൊണ്ട് അമ്പലത്തിൽ പോകണമെന്നുള്ള തീരുമാനം ജീവനല്ലേ ആർക്കും വലുത്. അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ വിശ്വാസികളായ വനിതകൾക്ക് ആർക്കും അങ്ങോട്ട് പോകാൻ താല്പര്യമില്ല എന്നൊക്കെ നമ്മൾ വളരെ ആധികാരികമായി പറയുന്നതിൽ വലിയ യുക്തിയൊന്നുമില്ല. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ, സാമൂഹിക സാഹചര്യത്തിൽ ഇപ്പൊ ആരും തടയുന്നില്ലല്ലോ. അല്ല, ഇപ്പൊ തടയുന്നില്ലെങ്കിലും അല്ലാതെ ആരും പോയില്ലല്ലോ. ഇപ്പൊ പോവാൻ ഉപയുക്തമാവുന്ന ഒരു സാഹചര്യം കോടതി റിവ്യൂവിന് 2020 തന്നെ തീരുമാനിച്ച വിഷയമാണ്. അതിനുശേഷം ഗവൺമെന്റിനും ആ നിലപാടില്ല. അഡ്വക്കേറ്റ് ആശ പെട്ടെന്ന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞിട്ട് ചർച്ച വൈൻഡപ്പ് ചെയ്യാം. ഈ സുരക്ഷ വലിയ വിഷയം തന്നെയാണ്. നിങ്ങൾ അമ്പലം തുറന്നിട്ടുണ്ട്, അങ്ങോട്ട് കയറിക്കോളൂ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സുരക്ഷയുടെ ഗ്യാരണ്ടി തരാൻ പറ്റുമോ? ഒരു സ്ത്രീ പോകുന്നുണ്ട് എന്ന് അറിയുമ്പോഴേക്കും അവിടുത്തെ ഈ അമ്പലത്തിലെ സ്ത്രീകൾ കയറാൻ പാടില്ല എന്ന് തീരുമാനിക്കുന്ന ആത്മീയ ആൾക്കാരുടെ ശിങ്കടികളായിട്ടുള്ള ആളുകൾ അപ്പം തന്നെ വിളിച്ചു പറയുകയും ആ സമയത്ത് ഒരു കൂട്ടം മനുഷ്യർ എവിടെ നിന്നെങ്കിലൊക്കെ വന്ന് പല രീതിയിൽ ആക്രമിക്കുന്ന അവസ്ഥയുണ്ട്. അപ്പം ഇത്തരം രീതിയിലുള്ള ഒരു ആക്രമണത്തെയും സൈറ്റ് അത് നേരിട്ട് കൊണ്ട് ഒരു യുദ്ധം ചെയ്യാനൊന്നല്ല വിശ്വാസികളായ സ്ത്രീകൾ അവിടെ പോകുന്നത്. സമാധാനപൂർവ്വം പോയി പ്രാർത്ഥിക്കാൻ പോകുന്ന സ്ഥലമാണ്. നിത്യചൈതന്യതി പറഞ്ഞ പോലെ നല്ല ഭംഗിയുള്ളൊരു പൂങ്കാവനമാണ്, നിങ്ങളത് പോയി കണ്ടിരിക്കണം, നിങ്ങൾക്ക് അവിടെ നല്ല മനഃശാന്തി കിട്ടും എന്നാണ് പറഞ്ഞത്. നോക്കൂ, ഇന്ത്യൻ ഭരണഘടന എവിടെയുമുണ്ട്. ഇന്ത്യൻ ഭരണഘടന നമ്മുടെ ബെഡ്റൂമിൻ്റെ അകത്തുണ്ട്, അത് അമ്പലത്തിൻ്റെ അകത്തുണ്ട്, അത് പെരുവഴിയിലുണ്ട്, അത് ട്രെയിനിലുണ്ട്, അത് ഫ്ലൈറ്റിലുണ്ട്. ഇന്ത്യയുടെ കൊടി എവിടെയുണ്ടോ അവിടെയെല്ലാം തന്നെ ഇന്ത്യൻ പതാക ഉണ്ടെങ്കിൽ അവിടെ ഇന്ത്യൻ ഭരണഘടനയുണ്ട്. അവിടെ മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യ അവകാശങ്ങളുണ്ട്. മനുഷ്യൻ്റെ മാനവികമായ മൂല്യങ്ങളായിട്ടുള്ള ഈ മനുഷ്യ അവകാശങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ ഇന്ത്യൻ ഭരണഘടന നിങ്ങൾ എടുത്തു കളഞ്ഞാലും മനുഷ്യൻ ജീവിച്ചിടത്തോളം കാലം അവനവന്റെ അവകാശങ്ങൾക്ക് വേണ്ടി അവർ പോരാടും. എങ്ങനെയാണ് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? എന്തായാലും കോടതിയുടെ 9-അംഗ ബെഞ്ച് ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. വളരെ നന്ദി എല്ലാവർക്കും. സൂപ്പർ പാൻഡേ അവസാനിച്ചു. നമസ്കാരം.